സജിത മാഡം, ഷൈനി മാഡം, സുപ്രജ മാഡം, സിജിത മാഡം, വരൂ വരൂ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വരൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്ത് വരാം. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാവരും ത്രില്ലായിരിക്കും അല്ലേ? ഒത്തിരി പേര് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു അതിൽ ഞങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മാം? 211 വ്യക്തികൾ, 250 സംതിങ് വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ടീമിൽ ഒരുപാട് അല്ലേ? അവരൊക്കെ ഒന്ന് വിളിച്ചോളൂ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് എല്ലാവരും ഒന്ന് വിളിച്ച് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഒന്ന് കയറ്റിയിരുത്തും. അവരുടെ ജീവിതം തന്നെ മാറി മറിയാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ സാധിക്കും. വീഡിയോ ഓൺ ചെയ്ത് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. ഇനിയും വീഡിയോ ഓൺ ചെയ്തിരിക്കാം കേട്ടോ. വിനോദ് സാറിനെ പോലെ ഒത്തിരി പേര് വീഡിയോ ഓൺ ചെയ്ത് വന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ജയാസിയാം, ഗുഡാസിയാം. എന്റെ പേര് ജിഷ ഗിരീഷ് ആണ്, റൂബി അച്ചീവർ ആണ്. ചാലക്കുടിയിലാണ് വീട്. ഏറെ സന്തോഷത്തോടു കൂടി RCMൽ ജീവിക്കുന്നു, ഫാമിലിയോടൊത്ത് ജീവിക്കുന്നു. 1 മിനിറ്റ്. സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എന്തായാലും ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ബിൽവാരയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം 2016 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഗിരീഷ് സാർ തീരുമാനമെടുക്കുന്നത് RCM ചെയ്യാമെന്നുള്ളത്. ഈ 2026 ഓഗസ്റ്റ് 15-ന് 10 വർഷം കംപ്ലീറ്റ് ആവായിരുന്നു. അപ്പോ ഈ 10 വർഷം കംപ്ലീറ്റ് ആയപ്പോ തന്നെ ആ ബിൽവാരയുടെ മണ്ണിലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ അത് ഒരു അതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റും കൂടിയായിരുന്നു അത് എന്നെ സംബന്ധിച്ച്. കാരണം ഒരു റൈസിംഗ് കോർ ലീഡർ ആയതുകൊണ്ട് തന്നെ TCGയോടൊപ്പം നമ്മുടെ കോർ ലീഡേഴ്സിനോടൊപ്പം പ്രിയങ്ക മാമിനോടൊപ്പം നമ്മുടെ മൂർത്തി സാർ, അഖില മാം, ഡോക്ടർ ഹരിശങ്കർ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനോടൊപ്പം തന്നെ ആ ഫ്ലാഗ് ഓഫിന്റെ സമയത്ത് അവരുടെ സാന്നിധ്യത്തിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. ഒരുപാട് ഇൻഡിപെൻഡൻസ് ഡേ ഫങ്ഷൻസ് ഒക്കെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരിക്കില്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ്. ഇത്രയ്ക്കും ഗ്രാൻഡ് ആയിട്ട് ഇത്രയ്ക്കും വുമൺസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഒരിക്കലും കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലോ ഒക്കെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടന്ന ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിരിക്കും കണ്ടിരിക്കുക അല്ലെ? ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് RCMൽ മാത്രമായിരിക്കുമെന്ന് എനിക്ക് പ്രൗഡോടുകൂടി പറയാനായിട്ട് സാധിച്ചു. അതിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിലെ പ്രതിനിധീകരിച്ച് 13ഓളം ലേഡീസിന്, 14ഓളം അഖില മാം അടക്കം 14ഓളം ലേഡീസിന് പങ്കെടുക്കാൻ സാധിച്ചു. നമ്മുടെ സഫിയർ, മൂർത്തി സാറും ഡോക്ടർ ഹരിശങ്കറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ മനോഹരമാക്കാനായിട്ട് ഞങ്ങൾ കേരളക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിരുന്നു. എന്തായാലും ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ തന്നെ എന്താ ഒരു വലിയൊരു അനുഭൂതിയായിരുന്നു. കാരണം അത്രയ്ക്കധികം കേരളത്തിന്റെ മാത്രമല്ല ഓൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഒരുപാട് ലേഡീസ് അവിടെ വന്നിരുന്നു. ജെൻസും പങ്കെടുത്തിരുന്നു. ഒരുപാട് ജെൻസും പങ്കെടുത്തിരുന്നു ആ ഒരു പ്രോഗ്രാമില്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി പേര്. ഫ്ലാഗ് ഓഫിന് സമയത്തും കൾച്ചറൽ വാക്കും കൾച്ചറൽ ഡാൻസും ഒരുപാട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കീസ് കൊണ്ട് ഒത്തിരി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വലിയൊരു ഗ്രാൻഡ് ആയിട്ടായിരുന്നു ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. ഞങ്ങൾക്ക് 13 പേരും, അഖില മാം കോർ ലീഡർ ആയതുകൊണ്ട് മാത്രം അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ബാക്കി 13 പേരും ആ സ്റ്റേജിൽ കയറി എന്നുള്ളതാണ്. ഞാൻ എന്നെ സംബന്ധിച്ച സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്യാറില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് എന്റെ ഒരു പ്രസൻസും എനിക്ക് അവിടെ കാണിക്കാനായിട്ട് സാധിച്ചു. എന്തായാലും ആ ഓൾ കേരള ടീം പവർഫുൾ ആയിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും എല്ലാവരും ഇപ്പൊ 13-12-ാം തീയതി വൈകിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. 19-ാം തീയതി ഏർലി മോർണിംഗിൽ 2:30-3 മണി സമയത്താണ് ഞങ്ങൾ തൃശ്ശൂർ ലാൻഡ് ചെയ്യുന്നത്. അത്രയും സമയം വരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു വിഷമവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെയാണ് ഞങ്ങൾ ഈ തൃശ്ശൂർ വന്നിറങ്ങിയത്.
അപ്പൊ അതെന്തായാലും ഒരുപാട് ലീഡേഴ്സിന് സപ്പോർട്ട് ഉണ്ട്. അഖില മാമിന്റെ, മൂർത്തി സാറിന്റെ, ഡോക്ടർ രാജൻ സാറിന്റെ, ഗിരി സാറിന്റെ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഗ്രാൻഡ് ആയിട്ട് അവിടെ പോയി വരാനൊക്കെ സാധിച്ചത്. എന്തായാലും 13ഓളം ലേഡീസിനെയും അതേപോലെ അഖില മാമിന്റെ ഒക്കെ നമുക്ക് മെസ്സേജ് കേൾക്കാനുണ്ട്. അപ്പോ ഒട്ടും സമയം കളയാനില്ല. നിങ്ങളുടെ ടീമിലുള്ളവരൊക്കെ ഒന്ന് വിളിച്ചോളൂ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. കാരണം വുമൺസിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ആ ഒരു പ്രോഗ്രാമിലൂടെ മനസ്സിലായി എനിക്ക്. അതേപോലെ നിർജ്ജനമാർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. റൈസിംഗ് നിർജ്ജനമാർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ ഒക്കെ വെൽക്കം ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് നമ്മുടെ സഫിയർ മൂർത്തി സാറും അഖില മാം കൂടിയിട്ടാണ്. അപ്പൊ അതിന്റെ മാമിനെയും സാറിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ സൂം പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ കോ ലീഡർ ആയിട്ടുള്ള സുജ്കുമാർ സാർ ഉണ്ട്, നമ്മുടെ ബിനു സാറുണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് റൂബി അച്ചീവേഴ്സ് ഉണ്ട്, ഒരുപാട് എമറാൾഡ് അച്ചീവേഴ്സ് ഉണ്ട്, സ്റ്റാർ എമറാൾഡ് അച്ചീവേഴ്സ് ഉണ്ട്. അവരെയും അവരുടെ ഫാമിലിയെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടെക്നിക്കൽ അച്ചീവേഴ്സ്, റോയൽറ്റി അച്ചീവേഴ്സ്, വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാം കേൾക്കാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരിക്കും. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാല്ലേ. സ്പെഷ്യൽ വുമൺസ് അക്കാഡമി എന്നാണ് നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു പേര് കൊടുത്തിരുന്നത്. കാരണം വുമൺസിന് ഏറെ പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ സൂചിപ്പിച്ചില്ലേ. അപ്പൊ നമുക്ക് എന്തായാലും പ്രോഗ്രാമിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ കേൾക്കാനും എന്താണ് അവിടെ അനൗൺസ് ചെയ്തതെന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേര് ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പവർഫുൾ ലേഡി ലീഡേഴ്സിനെ തന്നെ വിളിക്കാം. കാരണം നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ 13 ലേഡീസും ആ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പവർ ആണത്. എന്താ കൊറിയോഗ്രാഫി എന്നൊക്കെ പറയല്ലേ, അത് നമ്മുടെ രമ്യ രതീഷ് മാം ആണ്, നമ്മുടെ പേൽ അച്ചീവർ ആണ്. മാമിന്റെ ഒരു സപ്പോർട്ടാണ് ആ സ്റ്റേജിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തത് രമ്യ മാം ആണ്. അപ്പോ ആദ്യം തന്നെ നമുക്ക് രമ്യ മാമിന്റെ വാക്കുകൾ കേൾക്കാല്ലേ. അപ്പൊ രമ്യ മാമിനെ ഏറെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. രമ്യ മാം പ്ലീസ് വെൽക്കം. രമ്യ മാം റെഡി അല്ലേ? രമ്യ മാഡം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? രമ്യ മാഡം എത്തിയിട്ടില്ല. രമ്യ മാം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. ജയശ്രീ മാമിനെ വിളിച്ചോളൂ, എന്നിട്ട് രമ്യ മാമിനെ വിളിക്കാം. എനിക്കൊന്ന് രമ്യ മാം ഔട്ട് ആയിട്ടുണ്ട്. രമ്യ പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് റോജാ മാഡം എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് രമ്യ മാം എത്തട്ടെ, എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ആയിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ജയശ്രീ മാമിനെ, ജയശ്രീ വാടാനപ്പള്ളി മാമിന്റെ അരങ്ങേറ്റം നമ്മുടെ ബിൽവാരയിലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെ. അപ്പോ അങ്ങനെയുള്ള ആളെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ക്ഷണിക്കാം. ജയശ്രീ വാടാനപ്പള്ളി സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. മാമിനെ ഏറെ സ്നേഹത്തോടു കൂടി ഷോർട്ട് ആയിട്ട് നമ്മുടെ കമ്പനി വിസിറ്റും അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നു. ജയശ്രീ മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മാം. JRCM എല്ലാവർക്കും നമസ്കാരം. JRCM, ഞാൻ ജയശ്രീ വാടാനപ്പള്ളി, സ്റ്റാർ പ്ലാറ്റിനം. ഈ ഒരു നന്മ 4.5 വർഷം കഴിഞ്ഞു എന്റെ കൈകളിലേക്ക് എത്തിയിട്ട് ഏറെ സ്നേഹത്തോടു കൂടി എന്റെ ലീഡർ ഭാഗ്യമാഡത്തിനെ ഓർക്കുകയാണ്. പറയാൻ പറയില്ലേ, നിരവധി കാര്യങ്ങളാണ് ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോഴും ആ ഒരു സന്തോഷത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ അവിടെയാണ് മനസ്സ് മുഴുവനും ആ ബിൽവാരയുടെ മണൽത്തരികളുടെ ഉള്ളിലൂടെ നടന്നു പോവുകയാണ്. ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ആ ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ഈ 51ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ ദിനം കാണാനായിട്ട് എനിക്ക് സാധിച്ചത്. ശരിക്കും TCG അവിടെ വന്നു നിന്നപ്പോ ഉറപ്പിച്ചു, ആ മഹാത്മാഗാന്ധിജി ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ ഭൂമിയിലേക്ക് പിറന്നു വീണു. ആ ദൃശ്യം ഇപ്പോഴും എന്താ കൈകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു പോവാണ്.
വല്ലാത്തൊരു പ്രസന്റേഷൻ ആയിരുന്നു, വല്ലാത്തൊരു മൈൻഡ് ആയിരുന്നു ആ സമയത്ത് അനുഭവപ്പെട്ടത്. അതുപോലെ പ്രിയങ്ക മാം വന്ന് ആ കൈ വീശി ആ വണ്ടിയിൽ വന്ന് നിൽക്കുന്നു. അതുപോലെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന ഒരു ദൃശ്യം, അതൊക്കെ ശരിക്കും ആ ഇന്ദ്രലോകത്തുനിന്ന് ദേവകന്യക ഇറങ്ങി വരുന്ന ഒരു പ്രതീതി. ഈശ്വര, ഒന്നും പറയാനില്ല. ഓരോരുത്തരും ആദ്യമായിട്ട് ഇപ്പൊ ജിഷ മാം പറഞ്ഞ പോലെ നൃത്തത്തിന്റെ ചുവടുകള് 51ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് വിൽവാരയുടെ സ്റ്റേജില് നമ്മളൊക്കെ എന്താ ചെയ്യാ, ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടാണ് അരങ്ങേറ്റമൊക്കെ നടത്താറ്. അപ്പൊ ശരിക്കും ഈ ലോകത്തെ ഏറ്റവും പുണ്യം ചെയ്ത സ്ത്രീ ഞാനാണ്, ഏറ്റവും പുണ്യം ചെയ്ത പെൺകുട്ടി ഞാനാണ്, ഏറ്റവും പുണ്യം ചെയ്ത അമ്മ ഞാനാണ്, ഏറ്റവും പുണ്യം ചെയ്ത ഒരു ജന്മമാണ് എന്റേത്. കാരണം ആദ്യമായിട്ട് ആ ഒരു ഇത്രയും വലിയ ഓപ്പൺ സ്റ്റേജില് ഒന്നും അറിയാത്ത എന്റെ കാലൊന്നും അവിടെ ചലിപ്പിക്കാൻ രമ്യ മാം, വിനിത മാം, അതുപോലെ മറ്റു പലരും ഏറ്റെടുത്ത ആ റിസ്ക്, അതിന് തീർച്ചയായിട്ടും അഖില മാഡവും അതുപോലെ ജിഷ ഗിരീഷ് മാഡം, ജിഷ സജീവ് മാഡം ഒക്കെ എന്നോട് പോവാൻ പറഞ്ഞ് അത്രയൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എത്തിപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പ്രോഗ്രാം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അഖില മാഡത്തിന്റെ നിറഞ്ഞ കണ്ണുകള്, മൂർത്തി സാറിന്റെയും ഡോക്ടർ ഹരിശങ്കറിന്റെയും മുഖത്തെ സന്തോഷം, പല ദിക്കുകളിൽ നിന്നും വന്നവര് ഞങ്ങളോടൊപ്പം സെലിബ്രിറ്റീസ് ആയിട്ട് ഞങ്ങളെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ അവസ്ഥകള്, മുതിർന്ന ലീഡേഴ്സിന്റെ കരുതല്, സ്നേഹം, വളരെ മനോഹരമായ റൂം സൗകര്യം, അതിസമ്പന്നമായ ഭക്ഷണം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയാറുണ്ടെങ്കിലും അതിന്റെ ആ ഒരു യഥാർത്ഥ വിഷൻ അനുഭവിച്ച ആ ഒരു ദിവസമാണ് രാജസ്ഥാന്റെ മണ്ണില് ആ ത്രിവർണ കൊടി അങ്ങോട്ട് ഉയർത്തി RCM കുടുംബത്തോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് നന്ദി. എനിക്ക് ID തന്ന എന്റെ ഭാഗ്യമേടത്തോട് നന്ദി. ഒത്തിരി സ്നേഹം, എന്റെ മുതിർന്ന ലീഡേഴ്സിനോട് ഒരുപാട് സ്നേഹം. ഗാന്ധിജി പറയാറുള്ള ഒരു വാക്യമുണ്ട്, ആദ്യം നിങ്ങളെ അവര് അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നമ്മുടെ വിജയം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് RCMന്റെ പവർ, അത് തന്നെയാണ് അന്ന് അവിടെ കണ്ട ഭാഗ്യം. അടുത്ത തവണ അനവധി പേരെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് എന്റെ ഗുരുനാഥന്മാരുടെ സഹായത്തോടു കൂടി ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ഒത്തിരി സന്തോഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. JRCM, താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു ജയശ്രീ മാം, താങ്ക് യു സോ മച്ച്. നമ്മൾ പറഞ്ഞല്ലേ 14ഓളം ലേഡീസ് ആണ് ബിൽവാരയിലേക്ക് എത്തിയത്. അപ്പൊ അവരൊന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം ആരൊക്കെയാണെന്നുള്ളത്. ഒന്ന് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കരുതലായിട്ട് നമ്മുടെ അഖില മാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പോയിരുന്നു. ഷൈനി അനിരുദ്ധൻ മാഡം നമ്മുടെ എമറാൾഡ് അച്ചീവർ ആണ്. സജിത ചന്ദ്രൻ മാഡം സ്റ്റാർ പേൾ അച്ചീവർ ആണ്. ബിജു സനിൽ മാഡം സ്റ്റാർ പേൾ അച്ചീവർ ആണ്. രമ്യ രതീഷ് മാം പേൾ അച്ചീവർ ആണ്. റോജ മാം സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. നിർജ്ജരയാണ്, 2 ട്രോഫി മേടിച്ചിട്ടാണ് റോജ മാം അവിടെ നിന്ന് ഇറങ്ങിയത്. ജയശ്രീ മാം ഇപ്പൊ നമ്മോട് സംസാരിച്ച ജയശ്രീ മാം, സിജിത മാഡം, അതേപോലെ തന്നെ ബിനിത ബിജു മാം, രേഷ്മ, വിമൽ മാം, സുപ്രജ മാം, അജില മാം, കവിത, അനിൽ മാം. അങ്ങനെ 14ഓളം ലേഡീസ് ആണ് ബിൽവാരയുടെ മണ്ണില് ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാനായിട്ട് പോയത്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ എപ്പോഴും നമ്മളെ കരുതലായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവിടെയും ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തും ഞങ്ങളുടെ കൂടെ നിന്ന് അഖില മാമിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. അപ്പൊ അഖില മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു ജിഷ മാം. JRCM എല്ലാവർക്കും നമസ്കാരം. എന്താ ബിൽവാരിയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ നേരത്തെ ജയശ്രീ മാമിന്റെ വാക്കും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലായി പോവുക ചെയ്തത്. കാരണം അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പുരുഷന്മാരെ നമ്മളിങ്ങനെ അങ്ങും കാണുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന കുറച്ച് ലീഡേഴ്സ്, അങ്ങനെയാണെങ്കിൽ അവിടെ ശരിക്കും തിളങ്ങി നിന്നിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് നിറയെ കണ്ടിരുന്ന അത്രയേറെ സ്ത്രീകളാണ്. ഞാനത് പറയേണ്ട കാര്യമില്ല. പല ഗ്രൂപ്പുകളിലായിട്ട് വന്ന വീഡിയോസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ധാരാളം സ്ത്രീകള്, അതായത് അവരോടൊക്കെ സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ നമുക്ക് ഇവരോടൊക്കെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. അവിടെ ഒരു പിൻ ലെവൽ വ്യത്യാസമില്ല, അത് എടുത്തു പറയേണ്ടതാണ്. അതാണ് ഒരു പിൻ ലെവലിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ, നമ്മൾ പണ്ട് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ബുക്കില് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സോഷ്യൽ സ്റ്റഡീസ് നമ്മളെ പഠിപ്പിച്ച ടീച്ചർ പഠിപ്പിച്ചൊരു വാക്കാണ് നാനാത്വത്തിൽ ഏകത്വം, അല്ലെ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി.
ശരിക്കും അന്ന് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇമ്പോസിഷൻ എഴുതിയ ആളാണ് നിങ്ങളോട് സംസാരിക്കണേ. കാരണം എനിക്ക് അതിന്റെ മീനിങ് മനസ്സിലാവാതെ എന്തോ ബൈഹാർട്ട് പഠിച്ച സാധനമാണ് നാനാത്വത്തിൽ ഏകത്വം. അന്ന് ആ ടീച്ചർക്ക് അതിന്റെ ഉദാഹരണം ഇന്ത്യയിൽ കാണിച്ചു തരാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ശരിക്കും RCMലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആ ടീച്ചർ അത് പാഠപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം പ്രാക്ടിക്കലായിട്ട് കാണണം. നമ്മളെ പോലെ ബൈഹാർട്ട് ചെയ്യുന്ന പിള്ളേരല്ല ഇന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, കണ്ണ് നിറയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ കൗതുകം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിമൻസ് അക്കാഡമി. അതായത് ഓഗസ്റ്റ് 15, 16 തീയതികളിൽ ഞങ്ങൾ അവിടെ കണ്ട വിസ്മയം എന്ന് പറയുന്നത്. അത് ഫ്ലാഗ് ഒക്കെ എന്താ പറയാ, TCG ആ ഫ്ലാഗ് ഒക്കെ ഉയർത്തുമ്പോൾ അല്ലെ, നമുക്ക് ശരിക്കും എന്തോ എന്താ പറയാ, നിയമസഭാ മന്ദിരം ഒന്നും അല്ല, അതിന്റെ അപ്പുറം ഏതോ ഒരു ലോകത്ത് നിന്നിട്ട് പതാക ഉയർത്തി സല്യൂട്ട് അടിച്ച ഒരു പ്രതീതി. അത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ നാനാത്വത്തിൽ ഏകത്വത്തിന് ഇതിൽ പരം ഒരു ഉദാഹരണം നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികളെ ആണെങ്കിലും ഇനി വരുന്ന തലമുറകളെ ആണെങ്കിലും കാണിക്കാനായിട്ട് ഇനി ഇല്ല എന്ന് വേണം പറയണമെങ്കിൽ. അതുപോലെ സ്റ്റേജിൽ കയറി ഇറങ്ങുന്നവരെ ഒരുപാട് സ്ത്രീകള്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിർജ്ജര എന്ന കാറ്റഗറിയില് ഒരുപാട് സ്ത്രീരത്നങ്ങള് അതിൽ സമ്മാനം വാങ്ങിക്കേണ്ടായി. നിങ്ങൾ അതിൽ സമ്മാനം വാങ്ങിച്ച ഒരു 2 ട്രോഫി വാങ്ങിയത് കേരളത്തിൽ ഒരേ ഒരു ലേഡിയാണ്. അല്ലെ, അയൺ ലേഡിയെ നിങ്ങൾ കാണാൻ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. എന്റെ സെഷൻ കഴിയട്ടെ, വെയിറ്റ് ചെയ്തിരിക്കണം. 2 ട്രോഫി വാങ്ങിച്ചിട്ടാണ് കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാള് തിരിച്ച് കേരളത്തിലേക്ക് വന്നത്. അല്ലെ, അതും ചെറുപ്പക്കാരിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്ര പ്രായം ഉണ്ടെന്നൊക്കെ. നിങ്ങൾ ആ സെഷൻ കഴിയുമ്പോൾ മാഡത്തിനോട് ചോദിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ, അതായത് ബേസിക് ലെവല് തൊട്ട് അല്ലെ, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകള് ഒരു പാസീവ് ഇൻകം വാങ്ങിക്കുന്ന ഒരു ടെക്നിക്കൽ ലേഡി ലീഡർ ആവുക, അല്ലെ, എമറാൾഡ് ലേഡി ലീഡർ ആവുക. സ്വപ്നങ്ങൾ ഒരുപാട് ഉയരത്തിലാണ് നമ്മുടെയൊക്കെ. പക്ഷെ അതിലേക്ക് കടക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ബേസിക് സ്റ്റെപ്പുകൾ നമ്മുടെ പ്രിയങ്ക മേഡം നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നു തന്നെയാണ് നിർജ്ജര എന്നുള്ളത്. അവിടെ ചെന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഉഡാൻ എന്ന കോഴ്സിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉഡാൻ എന്ന കോഴ്സ് കഴിഞ്ഞ ആളുകളെ മുഴുവനും സ്റ്റേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പല ആംഗിളിലായിട്ട് അവരുടെ ഫോട്ടോസ്. അത് കഴിഞ്ഞ് നിർജ്ജരയുടെ പല ലെവലുകൾ, നിർജ്ജര, റൈസിംഗ് നിർജ്ജര, സീനിയർ നിർജ്ജര, ഈ കാറ്റഗറിയിലെ ലേഡീസിനെ അനുമോദിക്കുന്ന ചടങ്ങുകൾ, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. എത്രയോ നാട്ടും പുറത്തുനിന്ന്, അതായത് ആസാമിൽ നിന്നും ഒക്കെ അവിടെയൊക്കെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാ. അവരുടെയൊക്കെ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം സ്വപ്നം, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ അങ്ങേ അറ്റം ഈ പ്രസ്ഥാനം എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കുറേയൊക്കെ അറിവും വിദ്യാഭ്യാസവും ലോകപരിചയം കുറച്ചൊക്കെ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ നിങ്ങൾ നോർത്തിലുള്ള ലേഡീസിനെ ഒരു പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ടൗണിലുള്ളവരെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പോലും ഹൈജീൻ എന്താന്ന് പോലും അറിയില്ല. അവിടെ അതിൻ്റെയൊക്കെ ബേസിക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ശാഖയെ അവരൊരിക്കലും ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക മേഡം ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴേക്കും ഇത്രയും സ്ത്രീകള് അവിടെ വന്ന്, അല്ലെ, ആ ഒരു അതില് പ്രത്യേകിച്ചും എനിക്ക് എടുത്തു പറയാനുള്ളത്, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ ഇത്രയും പേര് 13 പേര് അവരെ കൊണ്ട് കഴിയുന്ന പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിമനോഹരമായിട്ട്, അതിമനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങളിൽ പലരും ആ വീഡിയോസിൽ കുറച്ച് പോർഷൻ കണ്ടിട്ടുണ്ടാവാം. അതിൽ തന്നെ ആ ഒരു കൾച്ചറൽ വാക്ക്, നമ്മൾ ഫാഷൻ വാക്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ഫാഷൻ ഷോ, അവിടെ അതിന് പറയുന്ന വാക്കാണ് കൾച്ചറൽ വാക്ക് എന്നാണ് പ്രിയങ്ക മേഡം കൊടുത്തിരുന്നത്. ഓരോ നമ്മുടെ സ്റ്റേറ്റിന്റെയും അതാത് ഡ്രസ്സ്, തനതായ ഡ്രസ്സ്, ആ സ്റ്റൈലില് ഓരോരുത്തരും നമ്മുടെ ഓരോ മതവിഭാഗത്തിൽ പെടുന്ന അവരുടെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച, കൾച്ചറൽ വാക്ക് ഒരുപാട് പേരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കേരള ടീമിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ്, അതായത് പല സ്റ്റേറ്റിലുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഈ കേരള ടീമിന്റെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കണം, ഞാൻ സഫേറ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്നെയൊക്കെ തട്ടി, ഞാൻ കേരള ഡ്രസ്സിലായിരുന്നില്ല കേട്ടോ, ഒരു ചുരിദാർ ഇട്ട് നിൽക്കുമായിരുന്നു. അവർക്ക് സഫേറ എന്നൊന്നും അറിയില്ല. അവർക്ക് എന്താണ് ഈ മുത്തുക്കുടയൊക്കെ ചൂടിയ ആളുകൾ, ഇവര് മതി. ഇവരുടെ കൂടെ നിന്ന് പല ആംഗിളിൽ ഫോട്ടോ എടുത്തിട്ട് തൃപ്തിയാവണുണ്ടായിരുന്നില്ല. നമ്മുടെ ആസാമിൽ നിന്ന് വന്നവര്, മണിപ്പൂരിൽ നിന്ന് വന്നവര്, ഡൽഹിയിൽ നിന്ന് വന്നവര്, അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്ന് വന്നവര്, അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് തൃപ്തിയാവാതെ നമ്മുടെ കേരള ടീമിന്റെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് കൊടുത്ത മറ്റ് സ്റ്റേറ്റിലുള്ളവർ ധാരാളം ശരിക്കും പറഞ്ഞ ഒരു ഊർജം അല്ലെ, ഏറ്റവും അവരുടെ ജീവിതത്തിലെ നമ്മുടെ കേരള ടീമിൽ ഈ 13 പേരുടെ ലൈഫില് അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ഓർ അൺഫോർഗറ്റബിൾ ഡേയ്സ് എന്ന് പറയാം ആ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും
എനിക്ക് തോന്നുന്നില്ല എത്രയും സ്റ്റേറ്റിലുള്ള ആളുകളൊന്നും, അല്ലെങ്കിൽ ഒരാൾ പോലും നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ഒക്കെ എന്താ പറയുക ആരാധനാപൂർവ്വമൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഇത് പല സ്റ്റേറ്റിലുള്ള ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുക, നമ്മൾ അതിലൊരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ ഇതിലും മീതെ ഒരു എന്താ പറയുക ഒരു അഭിമാനം. അതുപോലെയാണ് നമ്മുടെ ടീം പെർഫോം ചെയ്ത ഒരു തിരുവാതിരക്കളി പെർഫോമൻസിന്റെ സമയത്ത് ഏകദേശം രാത്രി 8:30 ആയി കാണും. ആ സമയത്താണ് രാജസ്ഥാനിലെ ഏറ്റവും അവരുടെ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. നല്ല മഴ. പക്ഷെ TCG പറഞ്ഞു, നിങ്ങൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മനുഷ്യരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വിട്ടോളൂ, സ്ഥലം കാലിയാക്കിക്കോളൂ. ഇവിടെ RCMന്റെ നമ്മുടെ ഫുഡിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം കാണാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ എല്ലാവരും, ഒരാൾ പോലും ആ ഏരിയ വിടാതെ 10,000-കണക്കിന് ആളുകൾ ആ ഒരു പ്രോഗ്രാം മഴ നനഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു തിരുവാതിരക്കളി പെർഫോമൻസ് കണ്ടത് ഫുൾ മഴ നനഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കുക TC. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ വിചാരിച്ചത് ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരിക്കും. കാരണം ഇവരുടെ പെർഫോമൻസിന്റെ സമയമായപ്പോഴാണ് ഗംഭീര മഴ, അല്ലെ? നമ്മൾ പറയുന്ന പോലെ ദേവേന്ദ്രന്റെ ആ ഒരു ഇത് കിട്ടുക എന്ന് പറയില്ലേ, അനുഗ്രഹ വർഷം പോലെ എന്ന് പറഞ്ഞ പോലെ വർഷമായിട്ട് മാരി വർഷം അങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആ തരത്തിൽ മഴ പെയ്യാൻ ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ അത്രയും മഴ കൊണ്ടിട്ടില്ല കേട്ടോ. ആ മഴ നനഞ്ഞിട്ട് ഒരു പെർഫോമൻസ് കാണുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നെക്സ്റ്റ് ഡാൻസ് പോലും TCG ക്യാൻസൽ ചെയ്തിട്ടില്ല. അദ്ദേഹവും നിങ്ങൾ ആലോചിക്കുക എത്ര പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു ഫാമിലി മുഴുവനും, അല്ലെ, ഒരു വ്യത്യാസവും ഇല്ലാതെ, അതായത് മുതലാളി ആരാണ്, അല്ലെങ്കിൽ ഒരു കോർ ലീഡർ, അല്ലെങ്കിൽ റൈസിംഗ് കോർ, ഒരു വ്യത്യാസവും ഇല്ല. ഇന്ന് വന്ന ആള് വരെ ആ സമീപ പ്രദേശങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ആ തറയിൽ ഇങ്ങനെ ഇരുന്ന് സിംപ്ലിസിറ്റിയുടെ അങ്ങേയറ്റം എന്ന് പറയാം, സിംപ്ലിസിറ്റിയുടെ അങ്ങേയറ്റം, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ അങ്ങേയറ്റം എന്ന് നമുക്ക് പറയാം. ആ ഒരു പീക്ക് പെർഫോമൻസ്, ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസ്, ഇത് കഴിഞ്ഞ് വേറൊരു സ്റ്റേറ്റിന്റെ പെർഫോമൻസും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കണം, ഓരോ പെർഫോമൻസ് ഇതുപോലെയൊക്കെ തന്നെ 5 മിനിറ്റ് നീണ്ടതാ. ആ പെർഫോമൻസിൽ അത് ഫുള്ള് കണ്ട് അവസാനിച്ച ശേഷമാണ് TCG അത് വൈൻഡപ്പ് ചെയ്യാൻ നിർദ്ദേശം. കാരണം അത്രയും തന്നെ മഴ നനഞ്ഞ് ഇനി പ്രശ്നമാവണ്ടെന്ന് ഓർത്തിട്ട് ബാക്കി പ്രോഗ്രാംസ് ഒക്കെ നെക്സ്റ്റ് മോർണിംഗ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടായി. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ MD അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ വളർന്നിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും, അല്ലെ? നമ്മളൊക്കെ മനുഷ്യത്വം എല്ലാം നമ്മൾ പറയാറുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തിന്റെ ആ ഒരു പര്യായം പറയുമ്പോൾ, അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇത്രയും ആളുകൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് പെർഫോം ചെയ്ത് വന്ന ആളുകൾക്ക് ആ ഒരു മഴ മതി ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനായിട്ട്. എത്ര ഒന്ന് ആലോചിച്ചു നോക്ക്, എത്ര കഷ്ടപ്പെട്ട് എത്ര സ്വപ്നത്തോടെ ആയിരിക്കും അവർ ഓരോ ചുവടും വെച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ജയശ്രീ മാം പറഞ്ഞു 51ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് നൃത്ത ചുവട് പഠിച്ച ആളാണ്. അപ്പൊ ഇതുപോലെ ഓരോ സ്വപ്നത്തിൽ വന്ന ആളുകൾക്ക് ഒരു മഴ മതി തടസ്സപ്പെടാനായിട്ട്. പക്ഷെ നമ്മുടെ TCG അല്ലെ, ശരിക്കും നമ്മൾ നമിക്കണം ഈ ഒരു പ്രസ്ഥാനത്തിനെ, അതിന്റെ MDയെ, അവരുടെ മക്കളെ, അല്ലെ, നമ്മുടെ തലമുറകളെയും കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഇനി വേറെ ഇല്ല. ഇനിയുള്ള വുമൺസ് അക്കാഡമിയിൽ പ്രിയങ്ക മാം പറഞ്ഞിരിക്കുന്നത്, ഇനിയുള്ള വുമൺസ് അക്കാഡമിയിൽ നമ്മുടെ കേരളത്തിന്റെ സ്ട്രെങ്ത് ഇത് പോരാ എന്നുള്ളതാണ്. മാം ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാമിനോട് പറഞ്ഞു, ഇവിടെയൊക്കെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നടക്കുകയാണ്, ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ പാരന്റിങ് ആയിട്ടുള്ള ലേഡീസിനുണ്ട്, വരാനുള്ള പ്രശ്നങ്ങൾ അത് ഈ മാസം ആയതുകൊണ്ടാണ് എന്നൊക്കെ എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും വരാത്തവരൊന്നും വിഷമിക്കേണ്ട. പക്ഷെ നെക്സ്റ്റ് വുമൺസ് അക്കാഡമിയിൽ നമുക്ക് ഇന്ന് തന്നെ മനസ്സുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കണം. എന്നെ ഇന്ന് കേൾക്കുന്ന സ്ത്രീരത്നങ്ങൾ എല്ലാവരും നമ്മൾ അവിടെ ഉണ്ടാവണം. ഓക്കെ, അത് നമ്മുടെ കടമയാണ്. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ TCG ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളമാണ്. അപ്പൊ അദ്ദേഹം ഇനി പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങൾ ഇവരോടൊക്കെ ചോദിക്കണം, 10,000 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടത്തോട് കൂടിയിട്ടുള്ള വലിയ ഓഡിറ്റോറിയത്തിന്റെ വർക്ക് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ വേറെ എവിടെയും ഡൽഹിയിലോ കൊൽക്കത്തയിലോ എവിടെയും പോണ്ട. ഇനി ഓൾ ഇന്ത്യ പ്രോഗ്രാംസ് നടത്താനായിട്ട് ബെസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മുടെ TCG തന്നെ. അവിടെ ആ ബിൽവാര എന്നുള്ള, നിങ്ങൾ ആലോചിക്കുക, ബിൽവാര ഒന്നും പണ്ട് ചരിത്രത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞത് RCMലൂടെയാണ്. ആ ഒരു ബിൽവാരയില് ഇത് 10,000 പേർക്ക് ഇരിക്കാവുന്ന സിറ്റിംഗ് സൗകര്യത്തോടു കൂടിയ വലിയ ഓഡിറ്റോറിയത്തിന്റെ പണി ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുകയുണ്ടായി അതിന്റെ വർക്ക്. അതുപോലെ ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങൾ, പുതിയ ബിൽഡിങ്ങുകൾ, പുതിയ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇതെല്ലാം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ വിളിക്കുകയാണ് ഒന്ന് കാണാനായിട്ട്, ഒന്ന് പോയിക്കൂടെ? യെസ്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയില്ല, കാരണം ഞാൻ ആ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇമോഷണലായി. മുരളി സാറിനോട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. നമുക്ക് അടുത്ത വർഷം ഒരുപാട് ലേഡി ലീഡേഴ്സിനെയും കൊണ്ട്, ഒരുപാട് നിർജ്ജരമാരെയും കൊണ്ട്, ഒരുപാട് റൈസിംഗ് നിർജ്ജരമാരെയും കൊണ്ട്, ഒരുപാട് സീനിയർ നിർജ്ജരമാരെയും കൊണ്ട് ആ മണ്ണ് എന്താ പറയാ സമ്പുഷ്ടമാക്കണം.
ആ ഒരു ആഗ്രഹം, ആ ഒരു പ്രാർത്ഥന നിർത്തുന്നു. ഗുഡാർസിയും ജയാർസിയും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കെയർ ചെയ്തതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്, ഞങ്ങളെ ബ്ലെസ്സിങ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നമുക്ക് പറഞ്ഞാലും തീരില്ല. കാരണം ആ ഒരു പ്രോഗ്രാം വീഡിയോസ് കണ്ടവർക്ക് തന്നെ അതിൽ പങ്കെടുക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അവിടെ പങ്കെടുത്ത് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്കും ഒരു ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ അഖില മാം പറഞ്ഞ പോലെ സെൽഫി എടുക്കാനുള്ള ഒരു തിരക്കായിരുന്നു. അവസാനം അഖില മാം ഞങ്ങളോട് പറയായിരുന്നു മാറിപ്പൊക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും പോലും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ അഖില മാം തന്നെയാണ് മാറ്റിപ്പൊക്കോളൂ എന്ന് പറഞ്ഞ് പിരിച്ചുവിടും. അത്രയ്ക്കും സെൽഫി എടുക്കാനായിട്ട് ഓലക്കൊടയുടെ മേലേക്ക് നിന്ന് കൂട്ടുകൂടി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് രമ്യ മാമിന്റെ വാക്കുകൾ കേൾക്കാം അല്ലെ? ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റേജിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ രമ്യ മാമിനുള്ളതാണ്. അപ്പോ രമ്യ മാമിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. പേളച്ചിവറാണ് രമ്യ രതീഷ് മാം. വെൽക്കം മാം. താങ്ക് യു സോ മച്ച് മാഡം. എന്താ പറയണ്ടേന്ന് അറിയില്ല. JRCM സന്തോഷാണോ, ഇവര് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജയശ്രീ മാഡൊക്കെ പറഞ്ഞ പോലെ ഇമോഷണൽ ആയി പോകുന്നൊന്നും അറിയാൻ പാടില്ല. കാരണം ബിൽവാരയിൽ ഓരോ പ്രാവശ്യം പോയിട്ട് വരുന്നതും ഒരു പ്രത്യേക പുതിയ പുതിയ അനുഭവങ്ങളായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഞാനും മൂർത്തി സാറും ആയിരിക്കും. കാരണം ഏപ്രിലിൽ പോയി, മെയ്യിൽ പോയി, ഓഗസ്റ്റിലും പോയിട്ട് വന്നു. അഖില മാഡവും മൂർത്തി സാറും ഹരിയുടെയും കൂടെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വർഷം പോണത്. എന്തോ ഒരു നിമിത്തം പോലെ, വലിയൊരു ഭാഗ്യം പോലെ കരുതാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ അഖില മാഡം അവിടെ പ്രിയങ്ക മാഡത്തിനോട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ അക്കോമഡേഷൻ തരുമെന്നാണ് ആദ്യം ചോദിച്ചത്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ അവിടെ നിന്നേ മാഡം സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ. അപ്പം പ്രിയങ്ക മാഡം പറഞ്ഞു നിങ്ങൾ അധികം ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു തരാന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയോട് കൂട്ടിട്ട് പോന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ടാർഗറ്റിന്റെ ആ ഒരു ഫോക്കസിലേക്ക് പോയത് കൊണ്ടും അതുപോലെ എക്സാമിന്റെ ടൈം ആയതുകൊണ്ടൊക്കെ പിന്മാറാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ മാറി നിൽക്കായിരുന്നു. പക്ഷെ അങ്ങോട്ട് മനസ്സ് വന്നില്ല. കഴിഞ്ഞ വർഷത്തെ ആ ഒരു സെലിബ്രേഷന്റെ പ്രോഗ്രാമിന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഈ വർഷം അതിന് പോണം എന്നുള്ളത് ആഗ്രഹിച്ചു. അഖില മാഡം അതിന് പൂർണ്ണ പിന്തുണ നൽകി. അതിന്റെ കൂടെ ജിഷ മാഡം ശരി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തു. വരണ ആളുകളെ കുറച്ച് പേര് നമുക്ക് അറിയാലോ, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഞാൻ റെഡി എന്ന് പറയണ കുറച്ച് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി അങ്ങോട്ട് നോ പറയാത്ത ആളുകളെ, അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടി ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ആളുകൾ വരണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ തയ്യാറായ ആളുകൾ എല്ലാവരും കൂടെ സെറ്റാക്കി ഞങ്ങൾ അങ്ങനെ അങ്ങ് തുടങ്ങിയതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിഷാമയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാ. സ്റ്റാർട്ട് ചെയ്തത് വലിയൊരു രസമായിരുന്നു. കാരണം ആദ്യം ഞങ്ങളൊരു ഡാൻസ് പഠിച്ചു. അവർ പറഞ്ഞു കൾച്ചറൽ ആണ് വേണ്ടത്, അതായത് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാൻസ് പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞങ്ങളൊന്ന് പഠിച്ചു. വലിയ കാര്യത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങളുടെ കേരള കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യണ ഒരു ഡാൻസ് ആയിരിക്കണം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് പഠിച്ചു. ഞാൻ ഒന്ന് സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്യണേ, കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഭംഗി എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ എന്റെ ഓക്കെ അല്ലേ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണേ. ജിഷമ്മയുടെ ഒന്ന് നോക്കിക്കോണേ. നോക്കാം. കാരണം ഇത് നിങ്ങൾ എല്ലാരും കാണണം ഈ ദിവസങ്ങള്. കാരണം അന്ന് തുടങ്ങിയുള്ള ആ ഒരു പരിശീലനങ്ങളും കാരണങ്ങളും എല്ലാവരും ലീഡേഴ്സാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. അവരുടെ എല്ലാവരുടെയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. കാരണം എല്ലാവർക്കും മീറ്റിംഗ്സ് ഉണ്ട്, അതിന്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ഓരോ തിരക്കുകളുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നോക്കിയേ, ഇതായിരുന്നു ശരിക്കും അവിടുത്തെ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ जिसका हम सब इंतजार कर रहे थे, जिसकी तैयारियां बड़े जोर शोर से हो रही है, वो कल अब आ चुका है और मैं आप सभी का बेसब्री से इंतजार कर रही हूँ स्पेशल वुमेन्स अकेडमी में, जहाँ होगा महिलाओं के अस्तित्व का सेलिब्रेशन. ഇതായിരുന്നു ആദ്യം പ്രിയങ്ക മാഡം ഇട്ടൊരു വീഡിയോ. കാരണം ലേഡീസിന്റെ ആ ഒരു സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ഡാൻസ് അങ്ങ് പഠിച്ചു. ഞങ്ങൾ പഠിച്ചിട്ട് പിന്നെ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി കമ്പനിയിലെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളിച്ച് പ്രാക്ടീസ് ചെയ്തു ഞങ്ങളെ. അങ്ങനെ 6 പേര് കൂടിയിട്ട് തുടങ്ങിയതാണ്.
ഞങ്ങൾ ഇത്രയും 6 പേരാണ് ആദ്യം ബുക്ക് ചെയ്തത് ടിക്കറ്റ്. പിന്നെ ഷൈനി മേഡവും സജിത മേഡവും ജിഷ മേഡവും ഡാൻസ് കളിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവർക്ക് വേണ്ടിട്ട് വീഡിയോ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ 6 പേര് കൂടിയിട്ട് ഇപ്പൊ ആരും പെർഫെക്റ്റ് ഒന്നും ആയിട്ടൊന്നും ഇല്ല, ഞങ്ങൾ കളിക്കണേ ഉള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇത്രയും പേര് ഉണ്ടായിരുന്നുള്ള ഡാൻസിന് എന്റെ വീട്ടിലാണ് പഠിക്കാനായിട്ട് ചെന്നത്. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു 8 പേര് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 പേരായിട്ടൊന്ന് കൺവേർട്ട് ചെയ്തു. ആ 8 പേരിലെ പഠിപ്പിച്ചെടുക്കുന്ന സീൻ നിങ്ങൾ കണ്ടോളൂ, കാണുന്നുണ്ടല്ലോ അല്ലെ. ആകെ ദിവസം നമ്മളുടെ കയ്യിലില്ല, എല്ലാവർക്കും മീറ്റിംഗ് ഇടയിലെ സ്ഥലങ്ങളിലേക്ക് പോകണം. പല സ്ഥലത്ത് ആകെ 3 ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് കൂടിയത്. ജയശ്രീയുടെ ഒക്കെ കരയാറായിട്ടാണ് നിൽക്കുന്നത്. ജയശ്രീയുടെ കരയരുത്, നിങ്ങളെ എങ്ങനെയാണ് ഇവര് പഠിപ്പിച്ചെടുത്തേന്നുള്ളത് ഞങ്ങൾക്ക് ഇനി അറിയില്ല. പക്ഷെ അവര് ഞങ്ങളുടെ കൂടെ കൂടി എന്നുള്ളതാണ്. അപ്പോഴും പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് എബോ ആവറേജും ഡിസ്റ്റിങ്ഷനും ഒക്കെ വാങ്ങിക്കുന്ന കുട്ടികളെ ഫുൾ മാർക്കിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും ബിലോ ആവറേജ് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് എബോ ആവറേജിൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിലാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു വാക്ക് ജയശ്രീ മേഡത്തിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവരും നല്ല ഗംഭീരമായിട്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, അങ്ങനെ ഗംഭീരമായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു. അതാ ഞങ്ങൾ എല്ലാവരും കൂടെ ബിൽവാരയിലേക്ക് പോകാൻ വേണ്ടി ചാലക്കുടി സ്റ്റേഷനിൽ നിന്ന് കയറി. ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ആ കയ്യിൽ കിട്ടിയ ഓടപ്പൂ ഞങ്ങൾ എടുത്തു. അങ്ങനെ അവസാനം ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കയറി. രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ചെന്നിറങ്ങിയത് ഇവിടെ നിന്ന് രത്ലത്താണ്. നേരെ ചെന്ന് രത്ലം ഇറങ്ങി. രത്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ രത്ലം ടു രാജസ്ഥാൻ ഉച്ചയായപ്പോഴത്തേക്കും 14-ാം തീയതി ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ രാജസ്ഥാൻ എത്തി. ഞങ്ങളൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തത് 15-ാം തീയതിയിലത്തെ ഫോട്ടോസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊന്നും നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ യാത്രയിലെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറെ നിമിഷങ്ങളാണ്. അത് കണ്ടത് യാത്രയിൽ പോകുന്ന വഴികളൊക്കെ ഇതുപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള വഴികളായിരുന്നു. ഒരുപാട് എന്താ പറയാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, അതായത് ഞങ്ങൾ രത്ലത്ത് എത്തിയതാണ്. രത്ലത്തുനിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് പതുക്കെ അങ്ങനെ ഞങ്ങള് രാജസ്ഥാന്റെ കവാടം നമ്മുടെ ബിൽവാരയില് നമ്മുടെ കമ്പനിയുടെ കവാടത്തിലെത്തി. അവിടെ നഗരത്തേക്ക് പോയി. പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് തയ്യാറായി. നമ്മുടെ സുന്ദരി മണികളായിട്ടുള്ള അഖില മേഡത്തിന്റെയും ജിഷ മേഡത്തിന്റെയും ഹരിശങ്കറിന്റെ ഒക്കെ കൂടെ ഞങ്ങൾ ഇങ്ങനെ തയ്യാറായിട്ട് നിന്നു. നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ സൗത്ത് ആണെന്നുള്ളത്. അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതിനകത്തൊരു ഭംഗി ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, എല്ലാവരും നല്ല ഭംഗിയായിട്ട് നിന്ന്. അതുപോലെ റോജമ്മ പ്രൈസ് വാങ്ങിക്കണ ഒരു സീൻ ആകെ നമ്മുടെ കേരളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റോജാമ്മയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടാവും. ആ സ്റ്റേജിൽ പോയി നിന്ന് നിർജ്ജനമാരുടെ ഇടയിൽ നിന്ന് അതൊരു സർപ്രൈസ് ആയിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തൊരു സാധനമാണ്. നമ്മുടെ RCMന്റെ എംബ്ലം പതിപ്പിച്ചൊരു കൊട. ഇത് അവസാനം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല. ഇത് കമ്പനിയിൽ തന്നെ പ്രിയങ്ക മേഡം ഇതിനെ കുറച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചേക്കാണ്. ഇനി തീർച്ചയായിട്ടും ഇങ്ങനൊരു കൊട നമ്മൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. നോക്കൂ, നമ്മുടെ അഖില മേഡവും ജിഷ മേഡവും ഒക്കെ എന്ത് സുന്ദരികളായിട്ടാണ് അവിടെ നിൽക്കണേന്നുള്ളത്. ഇത് ശരിക്കും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മള് വന്നതാണ്. ഞങ്ങൾ തിരുവാതിരയ്ക്ക് വേണ്ടി യാത്ര ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യണേ ഉള്ളൂ. ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാനുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. പ്ലേ ആവുന്നില്ല അല്ലെ? നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പ്ലേ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ, ഓക്കെ. അപ്പൊ അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ കൾച്ചറൽ വാക്കിന്റെ. പക്ഷെ ഈ കൾച്ചറൽ വാക്ക് ഞങ്ങൾക്ക് തലേദിവസം രാത്രി കയറാൻ പറ്റിയില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വീണ്ടും അവസരം തന്നു. നമ്മള് എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റേജിൽ കയറി. ഇത് നോക്കിക്കേ, ഇത് ഭംഗിയായിട്ടാ നിക്കണേന്നുള്ളത്. വിത്ത് സർട്ടിഫിക്കറ്റ്. ഇത് നമ്മുടെ ഡാൻസ് അവിടെ സ്റ്റേജിൽ അരങ്ങേറിയതാണ്. എന്തോ സ്റ്റക്ക് ആവുന്നുണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല. അവസാനം പറ്റുമെങ്കിൽ നിങ്ങളേക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സഫിയർ മൂർത്തി സാറിന്റെ കൂടെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരുപാട് ഇതുണ്ടോ. നമ്മളുടെ കൂടെ ഓലക്കുടയൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ക്യൂ ആയിരുന്നു പറഞ്ഞ വെറുതെ അല്ലേ. ഇത് കോർ ലീഡറിന്റെ ഒക്കെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി. വീഡിയോസ് ഇനിയുണ്ട്, പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നത് അവസാനം ഇങ്ങനെ തിരിച്ചെല്ലാരും ഇറങ്ങി പോകുമ്പോണ്ടല്ലോ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. കാരണം അത്രയും ദിവസം ആ ഒരു 6-7 ദിവസം ഞങ്ങള് അനുഭവിച്ച ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഇത്രയും ലേഡീസ് ഒരുമിച്ച് കൂടുമ്പോ ഉണ്ടാവണ ആ ഒരു വൈബ്, അത് നിസ്സാരമല്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ആ ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അപ്പൊ പോയതും വന്നതും ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പറയും എന്തിനാ അങ്ങനെ പോണത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടില് 2 ചെറിയ കുട്ടികളാ, 2 പേർക്കും എക്സാം ആയിരുന്നു, ഓണ പരീക്ഷ. വീട്ടിൽ ഒരാളുള്ളത് പ്രായമുള്ള നല്ല എന്താ പറയാ വയ്യാണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു ഷോപ്പ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പാവം എന്റെ ഹസ്ബൻഡിനെ ഇട്ടെറിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രചോദനമാവാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വലിയ അഭിമാനം, ഒരു സന്തോഷം മനസ്സിലുണ്ട്. കാരണം ഇത്രയും പേരുടെ മുമ്പിൽ പോയി നിന്ന് നമ്മളുടെ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യാൻ, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ, സൗത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ 13 പേര് ഞങ്ങളുടെ കൂടെ, നമ്മുടെ കോർ ലീഡേഴ്സ് മാത്രമേ, സഫിയർ മൂർത്തി സാർ, അഖില മേഡം, ഡോക്ടർ ഹരിശങ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തില് ഞങ്ങൾ പോയ ആളുകള്, നിങ്ങൾ ഇനി ഞാൻ ഒരു ചെറിയൊരു സ്ലൈഡും കൂടെ ഞാൻ ഷെയർ ചെയ്യും. അത് വെച്ചിട്ട് ഇനി നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശരിക്കും കേൾക്കണം. കാരണം ഈ വന്ന ആളുകൾ, ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സ്ലൈഡില് ഉള്ള കാര്യങ്ങൾ അക്വയർ ചെയ്ത് നേടി തിരിച്ചു വന്ന ആളുകളാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 13 പേര് ഒരുമിച്ച് ലേഡീസ് ഒള്ളി ട്രിപ്പ് പോലെ ഇവിടെ നിന്ന് ബിൽവാര വരെ പോയി വന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. കാരണം നിസ്സാര കാര്യമല്ല, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് അത് സാധിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഇത്രയും പ്രാരാബ്ദങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്രയും ആളുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. നോക്കുക, ഞങ്ങൾ നേടിയെടുത്ത കാര്യം ഒന്ന് സെൽഫ് കോൺഫിഡൻസാ. ഇതൊരു സ്ത്രീനെ സംബന്ധിച്ച് ആദ്യം വേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഭാഷ അറിയാൻ പാടില്ല, ആളുകൾ എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല, എങ്കിലും നമ്മുടെ ലീഡേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മൂർത്തി സാറ് മുന്നിലുണ്ട്, നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ യാത്രയിലുടനീളം ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഞങ്ങളുടെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അതിനെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ഞങ്ങളുടെ കഴിവ് കൂടി. ഏതൊരു പരിചയമില്ലാത്ത സ്ഥലത്തും ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് അതിനെ നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് കിട്ടി. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് യെസ് ഇത് മതി എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്ലാൻ മാറിയാലും അതിനനുസരിച്ചിട്ട് ഒരാളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. റൂമിൽ നമുക്ക് ഡോർമെട്രി ആണോ റൂമാണോ കിട്ടുക എന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നിലത്ത് കിടക്കാനും തയ്യാറായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷെ ഭാഗ്യം കൊണ്ട് നമ്മൾക്ക് ഇവിടെ റൂം കിട്ടി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിന് മൂർത്തി സാറിനോട് അഖില മേഡത്തിനോടൊക്കെ നന്ദി പറയാണ്. അതുപോലെ അവയർനെസ്, ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ സേഫ്റ്റിനെ കുറിച്ചിട്ടും ഞങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് പോയത്. അതിന്റെ ഒരു സ്കില്ല് ഞങ്ങളുടെ കൂടിയിട്ടുണ്ട്, ഞങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. അതായത് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനായിട്ട് എങ്ങനെ നമ്മളുടെ കൂടെ ഉള്ള ആളുകളുടെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുടുംബിനികളാണ്, വീട്ടമ്മമാരാണ്. നമുക്കറിയാം നമുക്ക് ഓരോ സമയങ്ങളിലും വരുന്ന മൂഡ് ചേഞ്ച് എന്താണ്, നമ്മളുടെ ആ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒരു സ്ത്രീയും കടന്നു പോകും. പക്ഷെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ഇമോഷണൽ സ്റ്റെബിലിറ്റി ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ പുതിയ സ്ഥലങ്ങളെയും പുതിയ ആളുകളെയും പുതിയ സംസ്കാരങ്ങളൊക്കെ അറിയുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കണ്ണിൽ കാണുന്ന ആ ഒരു തിളക്കമുണ്ടല്ലോ, ഞങ്ങൾ നേടിയെടുത്ത അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നേടിയെടുത്ത ആ ഒരു കാര്യങ്ങളാണ്. കാരണം ഇത്രയും അധികം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ ഒരു യുണീക്ക് ആയിട്ട് നമ്മളെ മാത്രം റെപ്രസെന്റ് ചെയ്ത് നമ്മളെ മാത്രം തെരഞ്ഞെടുക്കാനായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റില്ലേ. അതുപോലെ സെൽഫ് റെസ്പെക്ട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾക്ക് വന്ന്, അതുപോലെ ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ചുരുങ്ങിയ ബജറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ
എന്താണെങ്കിലും എവിടെയാണെങ്കിലും റൂട്ട് ചേഞ്ച് ആയ, ലാംഗ്വേജിന്റെ പ്രശ്നമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ബാർഗെയിൻ ചെയ്യാൻ വരെ ഹിന്ദിയിൽ ഞങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പോയ 13 പേരും ഒരുമിച്ച് ഒറ്റ മനസ്സായിട്ട് നിന്ന് പഠിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾ നേടിയെടുത്ത കുറേ നന്മകൾ. അപ്പൊ ഇനി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം ഒരു മനസ്സായിട്ടാണ് പോയിട്ട് തിരിച്ചു വന്നത്. കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഭിമാനത്തോടു കൂടിയിട്ട് പോയി വന്നതാണ്. ആ ഒരു ഇമോഷണൽ, ആ ഒരു എന്താ പറയാ, ആ ഒരു ആ ഒരു ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു പവർ ശരിക്കും അത് നിസ്സാരമല്ല. എന്റെ കൂടെ എന്തിനു വിളിച്ചാലും എപ്പോഴും വലങ്കായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. രേഷ്മ ആയാലും സിജിത ആയാലും വിനിത ആയാലും ഒക്കെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നതാ. ജയശ്രീമയുടെ ഒക്കെ പിന്നോട്ട് ഓടിപ്പോവാൻ നോക്കിയിട്ടും ഞങ്ങൾ വിട്ടില്ല. അതുപോലെ ബിജു സംഘമയുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പിരിവിരാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ എന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. കവിതാമ്മയുടെ ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതും ഇത്രയും തമാശകാരിയാണെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ. ജിഷാമ്മയുടെ ഞങ്ങളെ ഇങ്ങനെ ഒരു അമ്മേനെ കൊണ്ട് നടക്കണ പോലെ, അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണ പോലെ കൊണ്ടു നടന്നു. റോജമ്മ എന്നും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഊട്ടിക്കൊണ്ട് കൂടി ഉണ്ടായിരുന്നു. ഷൈനിമയോടും അതുപോലെ നല്ല കെയറോട് കൂടിയിട്ട്, അങ്ങനെ ഓരോരുത്തരും, സുപ്രജാമയോടും ആണെങ്കിലും പതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരേ മനസ്സായിട്ട് പോയതാ. ഇനി നിങ്ങളും വരണോട്ടോ, എനിക്കതേ പറയാൻ. പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് നമ്മളെ കണ്ടെത്താനായിട്ടുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. അപ്പൊ എനിക്കൊരു അവസരം തന്നതിന് എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും, പ്രത്യേകിച്ച് സഫിയർ നൂർ സാറിനും അഖില മേഡത്തിനും അതുപോലെ ഗിരീഷ് സാറ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിദ് സാർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. അപ്പൊ എനിക്കൊരു അവസരം തന്നതിന് ജിഷ മേഡത്തിന് നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. JRC. താങ്ക് യു രമ്യ മാം, സൂപ്പർ. കാരണം രമ്യ മാഡത്തിനെ അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. കേരളത്തിന്റെ തന്നെ കോർഡിനേറ്റർ ആയിട്ടാണ് രമ്യ മാഡത്തിനെ ആ കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പില് നമ്മുടെ രമ്യ മാഡം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രമ്യ മാഡത്തിനും നമ്മുടെ ബിനിത മാഡത്തിനും ഒക്കെ അക്കോമഡേഷൻ അവിടെ കൊടുക്കാൻ കാരണം. അതായത് കോർ ലീഡർ, റൈസിംഗ് കോർ ലീഡർ ഒക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗമുണ്ട്. അവിടെ നമ്മുടെ രമ്യ മാഡത്തിന് അക്കോമഡേഷൻ കിട്ടിയത് ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അവിടെ കോർഡിനേറ്റർ ആയിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പിലൊക്കെ മാം ഉണ്ടായിരുന്നു. അത്രയും ആക്ടിവിറ്റി, ഇത്രയും എന്താ പറയാ, ആ നേതൃത്വ പാഠവം അപ്പൊ നിങ്ങൾ ഈ സംസാരിച്ചപ്പോ തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലെ, എത്ര കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്. ഓരോരുത്തരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡാൻസ് വരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാല് അല്ലെ, നമുക്ക് എന്താ പറയാൻ വാക്കുകളില്ല രമ്യ മാം. കാരണം നിങ്ങളുടെയൊക്കെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾക്ക് TCGയുടെ അപ്രീസിയേഷൻ, അതുപോലെ എല്ലാ കോർ ലീഡേഴ്സിന്റെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അപ്രീസിയേഷൻ മൂർത്തി സാറിനും എനിക്കും കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രമ്യ മാഡത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ നേതൃത്വ പാഠവം കൊണ്ട് തന്നെയാണ്. ബിഗ് സല്യൂട്ട് ടു യു. താങ്ക് യു സോ മച്ച്. ഓക്കെ ജിഷ മാം, ക്യാരി ഓൺ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ രമ്യ മാം, താങ്ക് യു. രമ്യ മാം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ജിഷ മാഡം എല്ലാവരെയും കൊണ്ടുപോയി. ജിഷ മാഡം എല്ലാവരെയും കൊണ്ടുപോയി, എല്ലാവരും എന്നെയും കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്തായാലും താങ്ക് യു. നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും. എല്ലാവരും പരസ്പരം കൂടെ നിന്ന് എന്നുള്ളതാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ, നമ്മുടെ ലേഡീസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു, പരസ്പരം സപ്പോർട്ടീവ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് രമ്യ മാം, നല്ലൊരു എഫേർട്ട് എടുത്തതിന്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എമൗണ്ട് അച്ചീവർ ഷൈനി മാം നമ്മുടെ കൂടെ ഉണ്ട്. ഷൈനി മാം, പ്ലീസ് വെൽക്കം. JRCM എന്താ പറയാ, രമ്യ മാഡം വീഡിയോ ഒക്കെ കാണിച്ചപ്പോഴേ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര ഒരു വിങ്ങലാണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കാരണം അവിടെ പോയി വന്നിട്ട് ആ സന്തോഷത്തിൽ നിന്ന് ശരിക്ക് വിടുതൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓരോ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ അവിടം വരെ 13 ലേഡി ലീഡേഴ്സ് തനിയെ പോയി വന്നൊരു ഇതിനെ, എന്നെ സംബന്ധിച്ച് സാധാരണ ഒരു വീട്ടമ്മ, ഞാൻ മകന്റെ കൂടെയും അനിരുദ്ധ സാറിന്റെ കൂടെയാണ്. ഞാനിത് 5ാമത്തെ പ്രാവശ്യമാണ് ഓൾറെഡി ഞാൻ കമ്പനി വിസിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത്ര എൻജോയ് ചെയ്ത് പോയൊരു കമ്പനി വിസിറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ ഈ ഒരു യാത്രയിൽ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്കതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ജിഷ മാഡം കറക്റ്റായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ ജിഷ മാഡത്തിന്റെ ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഓരോ ലീഡേഴ്സും ഒരിത്തിരി തെന്നിപ്പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ കാത്തു നിൽക്കുന്ന ഒരു അമ്മ മക്കളെ കാത്തു നിൽക്കുന്ന അതേ മനോഭാവത്തോടെ മാഡം ഞങ്ങളെ കെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അപ്പൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാരണം ഇതുപോലെ ആയിരിക്കണം ഒരു ലീഡർ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ലേഡി ലീഡേഴ്സിനെ കൊണ്ടുപോകും എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്.
പക്ഷെ ആരൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, ആ ഒരു ഫംഗ്ഷനിൽ അവർ അറ്റൻഡ് ചെയ്യിക്കണം. കാരണം ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തതിന്റെ ഇതില് ശരിക്കും കഴിഞ്ഞ കൊല്ലം ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് ഇൻഡിപെൻഡൻസ് ഡേ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യണമെന്ന്. ഏപ്രിൽ മാസത്തിൽ പോയപ്പോ നമ്മളോട് എന്താ പറയാ പ്രിയങ്ക മേഡം ചോദിച്ചു ആരൊക്കെ വരും എന്ന് ചോദിച്ചപ്പോ ഞാൻ ആദ്യം കൈപോക്കി. പക്ഷെ പോകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. എന്റെ ലീഡർ ഷൈനി മേഡം പോവല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം എന്റെ ലീഡേഴ്സ് എന്ത് പറയുന്നു അത് ഞാൻ കണ്ണടച്ച് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നോ പറയേണ്ട കാര്യം വന്നില്ല. മാഡം ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് തന്നു, മാഡത്തിന്റെ കൂടെ എനിക്ക് പോവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജയശ്രീ മാഡം പറഞ്ഞ പോലെ 49ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു പെർഫോമൻസിന് കയറുന്നത്. സ്റ്റേജിൽ ഇഷ്ടം പോലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മൈക്ക് പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു പ്രോഗ്രാമിൽ അവിടെ അവതരിപ്പിക്കുന്നത് 49ാമത്തെ വയസ്സിൽ. ഒരുപാട് നന്ദിയുണ്ട് നമ്മളുടെ രമ്യ മേഡത്തിനും. അതുപോലെ തന്നെ ഈ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അത്രമാത്രം എഫർട്ട് അവരെടുത്തിട്ടുണ്ട്. ഞങ്ങളും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മളുടെ അഖില മേഡത്തിനോടും മൂർത്തി സാറിനോടാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയങ്ക മേഡത്തിനെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു വേദിയില് നമ്മൾക്ക് കേരളക്കാർക്ക് തന്ന ഒരു റെസ്പെക്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അവിടെ ഞങ്ങളെ നിർത്തിക്കൊണ്ട് വീഡിയോ പിടിക്കുന്നതും അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഭാഷ അറിയില്ല. പക്ഷെ അവിടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് കിട്ടുന്ന ഭാഷയിൽ ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു. പിന്നെ എനിക്ക് അവിടെ പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യം, ഞാനും ജിഷാമ്മയുടെ കൂടി വണ്ടർ വേൾഡ് വിസിറ്റ് ചെയ്ത് ചാക്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ് മെറ്റീരിയൽസ് ആയിട്ട് തിരിച്ചു വരുമ്പോ ഒരു യൂട്യൂബർ വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂ ചെയ്തു എന്നുള്ളതാണ്. അത് അപ്പൊ തന്നെ ഓൾറെഡി മൂർത്തി സാറ് ഞങ്ങൾക്ക് ഇട്ട് തന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അതും ആർട്സ് ആൻഡ് വേൾഡിൽ പോകേണ്ടി വന്നു അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടാൻ. അപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് സാധാരണ വീട്ടമ്മമാർ ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇത് എനിക്കും ജിഷ മാഡത്തിന് അല്ലെങ്കിൽ ഈ 13 പേർക്ക് മാത്രമുള്ള ഒരു അവസരമല്ല, എല്ലാവർക്കും ഒരേപോലെയാണ് നമ്മുടെ DCG ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്ന. ഈ അവസരത്തെ എടുക്കുക, ഇതുപോലെയുള്ള പ്രൗഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളും മുൻപന്തിൽ നിൽക്കാൻ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്നിട്ട് ജിഷ മാഡത്തിനും അഖില മാഡത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താണ്. JRCM. താങ്ക് യു മാഡം. ജയാസ്യം, താങ്ക് യു മാം, താങ്ക് യു. നല്ലൊരു അഭിപ്രായം ഷെയർ ചെയ്തേനെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒത്തിരി പേരുണ്ട്, 1-2 പേരും കൂടി ഉണ്ട്, അത് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കേണ്ടതുണ്ട്. സജിത മാഡം, സജിത സ്റ്റാർ പേഡ് അച്ചീവർ ആണ്. സജിത മാമിനോട് സൂചിപ്പിച്ചപ്പോൾ എന്താ നമുക്ക് പോവാലോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സജിത മാഡം. അപ്പൊ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. സജിത മാം, വെൽക്കം മാം. നമസ്കാരം. വെൽക്കം. സജിത വടക്കാഞ്ചേരി സ്വദേശിയാണ്. ഇപ്പോ ഈ ഒരു ബിൽവാര യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കമ്പനിയിലേക്ക്. അതായത് വെറും സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാന്. വെറും സ്കൂൾ ജീവിതം മാത്രം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങിയ ഒരാള് തന്നെയാണ്. ഇന്നിപ്പോ 3 പേരക്കുട്ടികളുടെ അമ്മൂമ്മയും കൂടിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള കുറെ ആഗ്രഹങ്ങള് പുറത്തേക്ക് എടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു വേദിയായിരുന്നു ഈ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ. അതും നമ്മുടെ ബിൽവാരയില്. ഞാനൊക്കെ ജീവിതത്തില് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇൻഡിപെൻഡൻസ് ഡേ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ NCCയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അത് അത്രയും അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ ചെല്ലുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ബിൽവാരയിൽ ഞങ്ങൾ ചെന്നിറങ്ങുന്നത് ഒരു മഴയുടെ വരവോട് കൂടിയാണ്. അവിടെ ചെന്നപ്പോഴറിയുന്ന അവിടേക്ക് ഇങ്ങനെ മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. കേരളത്തിൽ നിന്ന് ഞങ്ങള് 13 പേര് ചെന്നിറങ്ങിയത് വളരെ ഐശ്വര്യപ്രദമായിട്ട് തന്നെ അവിടെ മഴയിലൂടെ ആയിരുന്നു. മുറ്റത്ത് മുഴുവൻ വെള്ളം. ഞങ്ങളൊക്കെ കൊച്ചു കുട്ടികളായി എന്നുള്ളതാ. ഇത്രയും അമ്മൂമ്മമാരായി, ഇത്രയും പ്രായമായി. ഞങ്ങളൊക്കെ അവിടെ വെള്ളത്തില് തട്ടി കളിക്കുന്ന
കുറെ കുട്ടികളെ ഞാൻ അവിടെ കണ്ടു. ജയശ്രീ മാഡം, റോജാമ്മ, വിനിതക്കുട്ടി, എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കൊച്ചു കുട്ടികളെ പോലെ ഓടിക്കളിക്കുക. ഭയങ്കര ഒരു നമ്മളേനൊക്കെ മനസ്സ് ശരിക്ക് കൊച്ചു കുട്ടികളിലേക്ക് എത്തുന്ന ഒരു തരത്തില്. അതേമാതിരി തന്നെ എന്താ പറയാ, ഇപ്പൊ ജിഷ മാഡം പറഞ്ഞ മാതിരി അഖില മാം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച വഴിക്ക് ഞാന് സമ്മതം പറഞ്ഞെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നോ ഒന്നും നടക്കുന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ഹോം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജിഷ മാം വിളിച്ചു പറയുന്നത്, സരിത പോണം, നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഞങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ടീമിനെ ഗ്രൂപ്പിൽ വിളിച്ചു. അതില് എന്റെ കൂടെ ചേർന്ന് നിന്നു സ്റ്റാർ പ്ലാറ്റിനം അജില മാഡം ചേർന്ന് നിന്നു. ഞാൻ ഉടനെ തന്നെ ഡോക്ടർ രാജൻ സാറിനെ വിളിച്ചു. സാറ് ഞാൻ ഇങ്ങനെ ഒരു ഹോം മീറ്റിംഗിലാണ്, ജിഷ മാം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അഖില മാമും പറയുന്നുണ്ട്, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു സരിത ക്ലാസ് എടുത്തോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ടിക്കറ്റ് ആണ് അവിടെ വരുന്നത്. അതായത് രാജ് സാറ് ഓൾറെഡി ടിക്കറ്റ് ജിഷ മാമിനോട് പറഞ്ഞു ടിക്കറ്റ് എനിക്ക് ബുക്ക് ചെയ്തിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ ബിൽവാരയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഞാൻ പോകുമ്പോ പെട്ടി എടുത്ത് ട്രെയിനിൽ കയറുമ്പോ നെഞ്ചിടിച്ച് ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം നേരെ വീഴാറ്. പക്ഷെ അന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ചന്ദ്രസാർ കൊണ്ടുവന്നാക്കി തന്നപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, സാർ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളൂ, ഞാനും അജിലായും പൊക്കോളാ പറഞ്ഞു. ഞങ്ങള് തനിയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ വന്നതും ആ ട്രെയിനിൽ കയറി ഞങ്ങളെല്ലാവരും ഞങ്ങളെയൊക്കെ ശരിക്കും ഒരു അമ്മയെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ജിഷ മാം കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ നമ്മൾ ടൂറിന് പോകുമ്പോ ടീച്ചേഴ്സ് എണ്ണ എടുക്കില്ലേ, ഓരോ സ്ഥലത്ത് ഞങ്ങൾ കിടക്കുമ്പോ പോലും വന്ന് എണ്ണ എടുക്കും ആള്. ഞങ്ങളുടെ മുഖം നോക്കി എണ്ണ എടുത്ത് അത്രയും കെയർ ആയിരുന്നു ഞങ്ങളതിനെയൊക്കെ. അത് കഴിഞ്ഞ് അവിടെ ചെന്നു ഓരോ പ്രോഗ്രാം, ഇപ്പൊ ഞാൻ ആവർത്തിക്കുകയല്ല, നമ്മളൊക്കെ അവിടെ ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റി ആയി മാറി. ഞാൻ സിനിമയിലെ നടന്മാരുടെ പിന്നാലെയാണ് ആളുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടേ. പക്ഷെ സാധാരണ ഉത്തരേന്ത്യക്കാര് സൗത്ത് ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്താറാ പതിവ്. ഇതിങ്ങനെ ചേർത്ത് പിടിച്ച് അവര് ഞങ്ങളതിനെയൊക്കെ ഒരു സെലിബ്രിറ്റി ആക്കി മാറ്റി. സത്യം പറഞ്ഞ വെള്ളം കുടിക്കാണ്ടും ഭക്ഷണം കഴിക്കാണ്ടുമാണ് അവര് ഞങ്ങളതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയത്. അവിടെയും ഞങ്ങളെ ശരിക്കും പറഞ്ഞ അഖില മാം വന്ന് ഞങ്ങളതിനെ സംരക്ഷിച്ച് റൂമുകളിലേക്ക് മാറ്റുക ചെയ്തത്. അത്രയും ആളുകൾ നമ്മളതിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അവിടെ ഏറ്റവും രസം. അതേമാതിരി ഞാനും ഒരു തീരുമാനം എടുത്തു, എന്റെ ടീമിന്ന് ഇനിയൊരു ഈ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ വേറൊരു ആഘോഷം വന്നു കഴിഞ്ഞാൽ, ലേഡീസിന്റെ ഒരു ആഘോഷം വന്ന ഒരുപാട് നിർജ്ജരമാരെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഈ 2 മാസമായിട്ട് ഉഡാൻ ചെയ്യാൻ തന്നെ ഒരുപാട് ലേഡീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ലേഡീസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞ ഒരുപാട് പുരുഷന്മാരും നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അത് തന്നെ വളരെ സന്തോഷം തന്നെയാണ്. ഒപ്പം തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് ലേഡീസ് എടുത്ത് നമ്മുടെ കൂടെ തന്നെ ചേർന്ന് നിന്ന് വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മളതിനെ പ്രാപ്തരാക്കിയത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. അതേമാതിരി തന്നെ ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തനിയെ നമ്മളുടെ സ്വന്തം സെൽഫ് അല്ലെങ്കിൽ നമ്മളെ സ്വന്തം കെയർ ചെയ്തുകൊണ്ട് പോവാനായിട്ട് നമുക്ക് ധൈര്യം തന്ന കൊച്ചു കുട്ടികള് ആയിരുന്നു അജില മാമും രമ്യ മാഡം ഒക്കെ. പക്ഷെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മക്കളെ പോലെയല്ല, ഞങ്ങളുടെ അമ്മമാതിരിയാണ് ഞങ്ങളെ അവർ കെയർ ചെയ്തത്. ഓരോ സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നിറങ്ങുമ്പോ രാത്രി പാതിരയ്ക്കൊക്കെയാണ് ഞങ്ങള് രത്തിലത്തിലൊക്കെ എത്തിയത്. അവിടെ ഞങ്ങളതിനൊക്കെ അത്രയും സംരക്ഷിച്ച് കൊണ്ട് നടന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പേടിയൊന്നും തോന്നിയില്ല. ഭയങ്കര ഹാപ്പി, ഒരു കൂട്ടായ്മ. സത്യത്തില് കുറച്ച് സ്ത്രീകൾ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാവർക്കും അറിയാം കുടുംബശ്രീകളിൽ തല്ല. പക്ഷെ RCMലെ ലേഡീസ് അവിടെ ചേരുമ്പോ അത് വേറൊരു ലോകമായി മാറുക. കുറെ അറിവുകള്, കുറെ നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുകള്, നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങള് എല്ലാം നമ്മളെ അവിടെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനും ഏതിനും അഖില മാമും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു, മൂർത്തി സാർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഹരി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞ ഫ്രണ്ടില് 13 പേരല്ല 13,000 പേരെ ശക്തിയാണ് കേരളത്തിലെ 13 പേരെ അവിടെ കാണിച്ചത്. പക്ഷെ നമുക്കത് 1,00,000 ലേഡീസ് അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം 1,000 ലേഡീസ് എങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത് നമ്മുടെ കോർ ലീഡേഴ്സ് എല്ലാ ലീഡർമാരും അഭിമാനം നമ്മൾ കാക്കണം. അതിന് നമ്മളൊക്കെ രംഗത്തേക്ക് വരണം. ഇന്ന് 13 പേർക്കാ സാധിച്ചാൽ
ഞങ്ങളെക്കാൾ കഴിവുള്ള ഒരുപാട് സ്ത്രീരത്നങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ RCMലുണ്ട്. അവരെല്ലാവരും സ്വയം മുന്നോട്ട് വരിക. ഈ ഒരു യാത്ര ഒരുപാട് ക്ലേശങ്ങൾ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ സന്തോഷകരമായിട്ട് ആണ്. ഇന്നും ആ ഒരു യാത്രയിൽ നിന്ന് സത്യത്തിൽ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു രോഗമോ ഒരു അസുഖമോ മഴയത്തൊക്കെ ആയിരുന്നു ഞങ്ങളെ എല്ലാ കാര്യങ്ങളും. അതേമാതിരി തന്നെ രമ്യ, വിനിത ഇവരെയൊക്കെ ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അവിടെ ചെന്നിട്ട് നല്ല ഭംഗിയുള്ള വർണ്ണ കൊടകൾ ഉണ്ടാക്കുന്നു, ആലവട്ട ഉണ്ടാക്കുന്നു, ഓലക്കൊട ഉണ്ടാക്കുന്നു. ആ രാത്രി 14-ാം തീയതി രാത്രി പുലർച്ചെ വരെ എന്ന് പറഞ്ഞ മാതിരി അവരൊക്കെ ആ പണിശാലയിൽ ഇരുന്ന പണികളൊക്കെ ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനമാണ്. കാരണം ഇത്രയും യാത്ര കഴിഞ്ഞ് വന്ന് അവരതൊക്കെ ചെയ്യുന്നു. ആ കൊട ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ കൊട കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് ലേഡീസ് നമ്മുടെ കൂടെ നടക്കുന്നു. അതേമാതിരി തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് അഭിമാനമായിട്ട് തന്നെ ഒരു കാലത്ത് കുത്തമ്പള്ളി സാരി നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവന്നമായി തന്നെ നമ്മുടെ ഇപ്പൊ എന്റെയൊക്കെ ചിത്രത്തിന്റെ പുറകിൽ കാണുന്ന വർണ്ണാഭമായ നീലക്കൊട, അത് എടുത്തു പറയാൻ പറ്റില്ലേ. ഞങ്ങള് ദേശീയ പതാക ഉയർത്തുമ്പോ മഴ ചാറിയപ്പോ ഞങ്ങൾ ആ കൊട നിവർത്തിയപ്പോ ആ കൊട മേടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ജനങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ അഭിമാനമായ ഒരു സമയം തന്നെയായിരുന്നു. അപ്പോ എല്ലാവർക്കും പറ്റും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രംഗത്തേക്ക് വരിക, നമ്മളെ കരുതി ഒരുപാട് ലേഡീസ് നമ്മുടെ പിന്നിലുണ്ട്. അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു മാഡം. താങ്ക് യു ജിഷ മാം. താങ്ക് യു സജിത മാം. സജിത മാമിന്റെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു അല്ലേ. ഇനി നമുക്ക് കേൾക്കുന്നത് റോജ മാമിന്റെയാണ്. ആ ഒരു ബിൽവാരയിൽ നിന്ന് ഒരു അംഗീകാരം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് റോജ മാം. അപ്പൊ റോജ മാമിന്റെ വാക്കുകൾ കേൾക്കാം. റോജ മാം, പ്ലീസ് വെൽക്കം. റോജ മാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? റോജ മാം, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. JRCM. ഈ RCM എന്ന നന്മ നിറഞ്ഞ പ്രസ്ഥാനം എനിക്ക് തന്നത് എന്റെ ലീഡർ മോളി ആന്റണി മാഡാണ്. ഈ ഒരു അവസരത്തിൽ മോളി മാഡത്തിനെ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് RCMൽ വന്നതുകൊണ്ടാണ്. അപ്പൊ മോളി മാഡത്തിന് ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇൻഡിപെൻഡൻസ് ഡേ ഞാനൊക്കെ ഇവിടെ നമ്മുടെ വായനശാലയിൽ ഒരു 10-20 പേര്, അത് നമുക്ക് അതിന്റെ കൊടി ഉയർത്തുന്നതിന്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ഉള്ള ഇത്രയുമാണ് ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ. പക്ഷെ 10,000-കണക്കിന് ആളുകളുള്ള ഒരു വേദിയിൽ ഏറ്റവും ഫ്രണ്ട് റോയില് ഞാൻ നിന്നിട്ടാണ് ആ ഒരു ഫ്ലാഗ് ഉയർത്തുന്നത് ഞാൻ കണ്ടത്. ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട് അഖില മാമിനും മൂർത്തി സാറിനും. 2023 നമുക്ക് കോട്ടയത്ത് വെച്ചിട്ട് കീസോളിന്റെ ഒരു 2 days ട്രെയിനിങ്ങിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഒരു കീസോളിൽ ഇതുപോലെ സ്ട്രോങ് ആയി ഞാൻ നിൽക്കുന്നത്. പിന്നെ അതിലുപരി ഏറ്റവും വലിയ ഒരു അഭിമാനം, ഇന്ത്യയിലുള്ള 25 സ്റ്റേറ്റിലും ഉള്ള നിർജ്ജനന്മാരുണ്ടായിരുന്നു. അതില് കേരളത്തിൽ നിന്ന് എത്തിപ്പെട്ട ഈ റോജ ശംസുദ്ദീൻ മാത്രമാണ് ഈ ഒരു, കണ്ടോ, എല്ലാരും ഇതൊന്ന് കാണണം. ഇത് ആദ്യത്തെ എനിക്ക് കിട്ടിയത് ഈ സീനിയർ നിർജ്ജര എന്നുള്ള ഇതില് സ്റ്റേജിൽ കയറി ഈ മൊമെന്റോ മേടിച്ച സമയത്ത് സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു നേരത്ത് ഞാൻ മൊമെന്റോ മേടിച്ച് ഓടിപ്പോയത് നമ്മുടെ അഖില മേമിന്റെ മൂർത്തി സാറിന്റെ അടുത്താണ്. മൂർത്തി സാറിന്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയാ വിടർന്നിങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചു ഫോട്ടോ എടുക്കുന്ന നേരത്താണ് നമ്മുടെ പ്രിയങ്ക മാമിനെ സാറ് വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് റോജ മാഡം ആണെന്നൊക്കെ പറയുമ്പോഴേക്കും 3000 കിലോമീറ്റർ അകലെയുള്ള എന്നെ നമ്മുടെ പ്രിയങ്ക മാം, റോജനെ ഞാൻ അറിയും, റോജ മാമിനെ ഞാൻ അറിയും എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിലേറെ സന്തോഷം തോന്നി. എന്നുവെച്ചാൽ മാം ഒരുപാട് ആളുകളെ അറിയായിരിക്കാം, പക്ഷെ കേരളത്തിൽ നിന്ന് ചെന്ന എന്നെ അവര് ഇത്രയും ഒരു എന്താ പറയാ നല്ല ഓർമ്മയില് അവരുടെ മനസ്സിൽ എനിക്കൊരു
സ്ഥാനം തന്നിട്ടുള്ളത് RCMൽ വന്നതുകൊണ്ടും കീസോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ്. പിന്നെ എല്ലാവരും ഒപ്പം എനിക്ക്, അതായത് കേരളത്തിന്റെ തനതായ മുസ്ലിം സമുദായത്തിന്റെ ഒരു ഡ്രസ്സാണ്. എല്ലാവരും കണ്ടില്ലേ ഈ ഒരു പ്രായത്തിൽ ഞാനത് അണിഞ്ഞപ്പോ, പടച്ച തമ്പുരാനെ, ഞാൻ ഈ ഒരു RCMൽ വന്നില്ലെങ്കിൽ, ഈ എന്റെ പ്രായം ഞാൻ പറയാം, ഈ 63ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ട് വീടിന്റെ ഇറയത്ത് ഒരു കസാരയിൽ ഇരുന്ന്, ഇത് കണ്ടോ, എന്റെ മുറുക്കാൻ ചെല്ലാണത് കേട്ടോ. പക്ഷെ ഇതിൽ മുറുക്കാനല്ല, ഇതിൽ രൂപയാണ്. ഞാൻ മുറുക്ക് സാറിന് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ ഓരോ പ്രാവശ്യവും ബിൽവാരയ്ക്ക് വരാനായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഓരോ മാസവും എനിക്ക് TCG സാറ് തരുമ്പോ ഇതിന് ഒരു ചെറിയൊരു എമൗണ്ട് ഈ ഹോളിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കും. കണ്ടാ, ഇത് തുറക്കാൻ പറ്റില്ല. ഇതാണ് എന്റെ മുറുക്കാൻ ചെല്ലം. അപ്പൊ അതേപോലത്തെ അവസ്ഥയില് വീട്ടിലിങ്ങനെ കോളാമ്പിയൊക്കെ പിടിച്ച് മുറുക്കി തുപ്പി ഇരിക്കുന്ന ഒരു പ്രായത്തിലാണ് ഇതേപോലെ 2 അംഗീകാരങ്ങൾ നേടാനും. അതുപോലെ കണ്ടോ, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് തരുമ്പുണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും ലാമിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ എത്രയോ തലമുറ കഴിയുമ്പോഴും, എന്റെ വല്യമ്മ അല്ലെങ്കിൽ എന്റെ വല്യമ്മ ഇതുപോലെ മൊമെന്റ്, എത്ര മൊമെന്റ് എന്റെ ഷോപ്പിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. വീട്ടിലും ഒരുപാടുണ്ട്. എന്റെ മോളും കുഞ്ഞുമക്കളും നാട്ടിൽ വരുന്ന സമയത്ത് എന്നോട് ആദ്യം പറയും, ഉമ്മ ഞങ്ങൾ 20-25 ദിവസം ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ ഒപ്പം, നിങ്ങൾ അന്ന് RCM എന്ന് പറഞ്ഞ് വിട്ടു പോകരുത് ഞങ്ങളുടെ അടുത്തുനിന്ന്. പക്ഷെ ഇപ്രാവശ്യം അവര് കുറെ സെന്റി അടിച്ചു, പിള്ളേര് കാലുമലൊക്കെ പിടിച്ചു നിന്ന് വട്ടം കറങ്ങി കരഞ്ഞു. പക്ഷെ എനിക്കിതൊരാഗ്രഹമായിരുന്നു. പിന്നെ ലാസ്റ്റ് അവര് പറഞ്ഞു, ഉമ്മ പൊക്ക ഉമ്മ, ഞങ്ങള് ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ നിന്നോളാം. വന്നപ്പോ എല്ലാവരും ഭയങ്കര പിണക്കത്തിലായിരുന്നു അഖില മാം. അവരെയൊക്കെ ഞാൻ സമാധാനിപ്പിച്ചു. അവർക്ക് ഹൗസ് വാമിംഗ് ആണ്. പിന്നെ ഞങ്ങൾ അവിടെ രാത്രി അവരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് കുറെ കോർ ലീഡർമാരുണ്ട് അല്ലെ, റേസിംഗ് കോർ ലീഡർമാര്. ഇത് കണ്ടോ, ഞാനപ്പോ ആരാ? റേസിംഗ് തരാം. അതൊന്ന് നോക്കോ, കേരളത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും ഇത് സാധിക്കും. ഈ ഒരു പ്രായത്തിൽ എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഒരുപാട് പേരെ ഞാൻ എന്താ പറയാ ഉഡാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോ ഒക്കെ അവര് പറയും 2500 SP പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറയാം, എല്ലാ മാസവും എനിക്ക് 10,000 SP ടാർഗറ്റാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഉടാൻ രജിസ്റ്റർ ചെയ്യാൻ 2500 SP സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത് വാങ്ങുക, ഓരോന്നും കൂടി സെയിൽ ചെയ്യാനുള്ളത് വാങ്ങുക. അതിന്റെ ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി നമുക്കിതാ 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് വരുന്നു. എല്ലാവരും അതിൽ വന്ന് അറ്റൻഡ് ചെയ്താൽ അടുത്തൊരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ നിർജറി ആയിട്ടും സീനിയർ നിർജറി ആയിട്ടും നമുക്ക് അവിടെ മിന്നി തിളങ്ങാം. നമ്മുടെ മഹിളാ മാമിനെ മുർജി സാറിനെ നമുക്ക് ഞെട്ടിച്ച് കളയാം. നമ്മളായിരിക്കണം ആ ഫ്ലാഗ് ഉയർത്തുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ നിർജരമാർ. അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന വിധത്തിലെല്ലാം ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാൻ തയ്യാറാണ്. പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അതിനി നമുക്കൊരു ഓപ്പൺ വേദിയിൽ കുറച്ചും കൂടി പറയുന്നതായിരിക്കും നല്ലത്. എന്റെ മക്കളുടെ പിണക്കൊക്കെ തീർന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അതുപോലെ രാം, ക്രിസ്റ്റു, മുസ്ലിം അല്ലെ, ആ 3 പേരും ഞങ്ങള് രാം, ജിഷ മാം ക്രിസ്ത്യൻ രൂപത്തിലോ, ബിജു സനിൽ മാഡം എന്താ പറയാ, ചേർത്തിയാർ അടിച്ച് പൊളിച്ചു. ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമേ ലാസ്റ്റ് ഞങ്ങൾ ഓടി ഒളിച്ച പോലെയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനെല്ലാം നമ്മളെ സഹായിച്ച രമ്യ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നമ്മൾ 13 പേരും കട്ടയ്ക്ക് നിന്നു. നമ്മൾ ഇനിയും അഖില മാമിനെ ഞങ്ങൾ എല്ലാവരും വാക്ക് തരികയാണ്, ഈ ഒരു കോർഡിനേഷൻ ഞങ്ങൾ ഒരിക്കലും കുറയ്ക്കില്ല. ആളെ കൂട്ടി നമുക്കത് വലിയൊരു എന്താ പറയാ, വലിയൊരു സംഘം ഞങ്ങളത് തീരുമാനിച്ചു. കാരണം കുറച്ച് പേരല്ലേ പോയുള്ളൂ. നമുക്ക് ഇനി ഒരു ട്രെയിനിന്റെ കുറെ ബോഗി ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് പോവാം. കാരണം ഈ 12 പേർക്കും ഞാനൊരു അമ്മയായിട്ട് അവിടെ സ്ഥാനം തന്നു. എല്ലാവർക്കും ഭക്ഷണം വാരി കൊടുത്താലേ കഴിക്കുള്ളൂ. ആ ഒരു പരുവായിരുന്നു. എല്ലാരും വായി ഇങ്ങനെ തുറന്നു വരിക. കുഞ്ഞുമക്കൾ ഇങ്ങനെ നമ്മൾ ചോറൊക്കെ എടുക്കുമ്പോ കൊടുക്കുന്ന പോലെ എല്ലാവരും, ജിഷ മേം അടക്കം ഇങ്ങനെ വാരി കൊടുക്കുക. അപ്പൊ ഞാൻ പറയോ, കയ്യും കഴുകണ്ട, പാത്രവും കഴുകണ്ട, എന്താ സുഖം, ഞാൻ പോണ്ടേ കൈ കഴുകാൻ. അതുപോലെ ഞങ്ങള് ഭയങ്കര രസമായിട്ട് വെള്ളത്തിൽ കളിച്ചു. രാത്രി 12:30-1 മണി നേരത്ത് മരം ചുറ്റി കളിച്ചു, വെള്ളത്തിൽ കാലിട്ടടിച്ചു. ഭയങ്കര രസമായിരുന്നു. എല്ലാം മറന്നുള്ള ഒരു 8 ദിവസം ഞങ്ങളൊപ്പം നിന്ന് അഖില മാമിനും ഇത് സമ്മാനിച്ച TCG സാറിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു.
താങ്ക് യു റോജ മാം. റോജമ്മ എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കാറ് അല്ലേ? താങ്ക് യു മാം, താങ്ക് യു. പറഞ്ഞാലും തീരില്ല, അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നിർജ്ജര കീസുള്ള ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയില് നമ്മൾ ഗ്രൗണ്ടിന്റെ സെന്ററിലെ ഫ്ലാഗ് പിടിക്കുന്ന ഒരു പിക്ചർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് നിർജ്ജരമാർക്കാണ് അവിടെ സ്ഥാനം കൊടുത്തത് നമ്മുടെ മാം. അപ്പൊ എല്ലാവരും കീസോളിന് പ്രാധാന്യം കൊടുത്തോളൂ. അതേപോലെ തന്നെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ എത്ര മഴയുണ്ടായിരുന്നാൽ പോലും നേരം വെളുത്ത് നമ്മുടെ ആ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോ ഫുള്ളും ക്ലീൻ ആണ്. അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഫുള്ള് വാഷ് ചെയ്ത് എങ്ങനെയൊക്കെ അവർ ഉണക്കുന്നുണ്ട് സംഭവം. അത്രയ്ക്കും ക്ലീൻ ആയിട്ട് ഒരു തരി വെള്ളം പോലും ഇല്ലാതെ അത്രയ്ക്കും ആ രാത്രി പോലും ഉറങ്ങാതെയാണ് അവിടെയുള്ളവരൊക്കെ നമ്മുടെ പ്രോഗ്രാമിന് അത്രയ്ക്കും ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചത്. എന്തായാലും താങ്ക് യു റോജ മാം. ഈ നമുക്ക് ബിനിത മാമിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ് ബിനിത ബിജു മാം. ബിനിത മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു മാം. നമസ്കാരം. JRCM. എന്റെ പേര് ബിനിത ബിജു, ഇരിഞ്ഞാലക്കുടയാണ് വീട്. മാം പറഞ്ഞു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. ഈ നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള എമറാൾഡ് ബിജു സാറാണ്. ഇപ്പൊ എല്ലാവരും ഒത്തിരി ലീഡേഴ്സുകളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അല്ലെ? എനിക്കും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞ അനുഭവത്തിൽ കൂടെയാണ് ശരിക്കും അത് അനുഭവിച്ചറിയ തന്നെ വേണം. ഇപ്പോ ഒരു 2024-25 ഞങ്ങൾ 8 ലേഡീസുകൾ കൂടിയിട്ട് ഒരു വുമൻസ് ഡേ പ്രോഗ്രാമിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് ഡൽഹിയിലേക്കാണ്. ഫസ്റ്റ് ഞങ്ങളുടെ ലേഡീസിന്റെ യാത്ര അവിടേക്കായിരുന്നു, ഡൽഹിയിൽ. അന്ന് ഞങ്ങൾ 8 ലേഡീസ് ആണ് ഉണ്ടായിരുന്നത്. ആ 8 ലേഡീസ് അന്നൊരു തീരുമാനം എടുത്തിരുന്നു. ആ 8 ലേഡീസിൽ ഇപ്പോ അതില് സാരഥിയായി നിന്നിരുന്നത് നമ്മുടെ റൂബി ജിഷ മാം ആയിരുന്നു. അതുപോലെ തന്നെ രമ്യ മാഡം, സജിത മാഡം, അതുപോലെ തന്നെ ബിജു സനൽ മാഡം, റോജമ്മ, അജില മാഡം, ഞങ്ങൾ അങ്ങനെ 8 പേരാണ് അന്ന് ഡൽഹിയിലേക്ക് ഞങ്ങൾ പോയിരുന്നത്. അന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ലേഡീസിൻ്റെതായിട്ടുള്ള ഒരു പ്രോഗ്രാം എവിടെ വരുന്നുവോ ഈ 8 പേരും അതിലുണ്ടായിരിക്കും എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു സുവർണ അവസരം ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ 8 പേരും അതിലുണ്ടായിരുന്നു. പക്ഷെ ഈ 8 പേരുൾപ്പെടെ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇതിൽ കൂടെ എത്ര പേരെ നമ്മൾക്ക് കൂടെ കൂട്ടാന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സഫിയർ ആയിട്ടുള്ള അഖില മാം അതിനുവേണ്ടി ഒരുപാട് പ്രമോഷൻ നടത്തിയിരുന്നു. നമ്മുടെ ജിഷ മാം ഒരുപാട് പ്രമോഷൻ നടത്തിയിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ, ഇപ്പൊ RCM നമ്മുടെ കൈകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമുള്ള വ്യക്തികളുടെ കൈകളിൽ കിട്ടാന്ന് പറയാം അല്ലെ? അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അങ്ങനെ കുറച്ച് ഭാഗ്യം എത്തിപ്പെട്ടിട്ടുള്ള കുറച്ച് പുതിയ വ്യക്തികൾ കൂടി നമ്മുടെ കൂടെ കൂടി. അങ്ങനെ കവിത മാഡം, രേഷ്മ മാഡം, സിജിത മാഡം, അങ്ങനെ കുറച്ച് പേരും, ജയശ്രീ മാഡം, അതുപോലെ തന്നെ സുപ്രജ മാഡം, ഇത്ര പേരും കൂടി. പക്ഷെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 13 ലേഡീസുകൾ ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു. എന്ത്, നമുക്ക് ബിൽവാരയിലേക്ക് പോവാന്നുള്ളൊരു തീരുമാനം എടുത്തു. ശരിക്കും പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ ഏത് നേരത്താണെങ്കിലും എപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സഫിയർ മൂർത്തി സാറും അതുപോലെ തന്നെ നമ്മുടെ അഖില മാമും. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അഖില മാം. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. നമ്മൾ ഈ ഒരു 13 പേര് ഈ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ ഈ എന്താ പറയാ എല്ലാ സംസ്ഥാനത്തുള്ളവരെയും പേര് വിളിക്കും. രാജസ്ഥാൻ, അപ്പൊ അവര് ആർത്തുല്ലസിച്ച് ഓടിയിടും അല്ലെ? അതുപോലെ തന്നെ ആസാം, ഒരേ കാറ്റഗറിയിലുള്ള ഒരേ രാജ്യക്കാരെ വിളിക്കുന്ന സമയത്ത്, കേരളം എന്ന് വിളിക്കുന്ന സമയത്ത്, ഇപ്പൊ ആദ്യമായാണ് ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന് നമ്മുടെ ലേഡീസുകൾ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ഇതിനു മുന്നും അവിടെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കേരളം എന്ന് വിളിക്കുന്ന ഒരു സമയത്ത് ഒന്ന് കൂവാനായിട്ട് ആരുണ്ടായിരുന്നേ? ഈ 13 ലേഡീസുകൾ പോയില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ എത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ മൂർത്തി സാറ്. എത്രമാത്രം ആ വ്യക്തിക്ക് എത്രമാത്രം ആ മനസ്സിൽ വേദന ഉണ്ടായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ അഖില മാമിനും ഇത്ര അധികം സൗത്ത് ഇന്ത്യയിൽ ഇത്രമധികം ലേഡീസുകൾ ഉണ്ടായിട്ട്, ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് ഒരാള് പോലും തീരുമാനമെടുത്ത് ആ ഒരു ബിൽവാരയ്ക്ക് പോവാനായിട്ട് മടി പിടിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാം, ഓണമാണ്, സെലിബ്രേഷൻ ഓണമാണ്, ഓണക്കിറ്റുകൾ കൊടുക്കണം, നമ്മുടെ ടാർഗറ്റ് വിൻ ചെയ്യണം, നമ്മുടെ ഗ്രോത്ത് കൂട്ടണം, പ്രമോഷൻ നേടണം, സെപ്റ്റംബറിലേക്കുള്ള പ്രമോഷൻ, ഇതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്റെ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പോണേക്കാൾ മുന്നേ ഞാൻ വർക്ക് പ്ലാനിങ് കൊടുത്തു. എന്റെ ടീം മെമ്പേഴ്സിനെ വിളിച്ച് അവർക്ക് ഒരാഴ്ച ചെയ്യാനുള്ള വർക്ക് പ്ലാനിങ് അവർക്ക് വെച്ചു കൊടുത്തു. ഇത് ഒരാഴ്ച ഞാൻ വരണ വരെ നിങ്ങൾ ചെയ്യേണ്ട പ്ലാനിങ് ആണ്.
പിന്നെ പോവാനായിട്ടുള്ള എക്സ്പെൻസ് ഇപ്പൊ കുറെ പേര് പറയണേ ഞാൻ കേട്ടു, പോവാനായിട്ട് പൈസ വേണ്ടേ? നമ്മൾ ബിൽവാരെ സന്ദർശിക്കാൻ നമ്മൾ പോവാറുണ്ടല്ലോ, നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് പോകും. അതുപോലെ തന്നെ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ലീഡർമാർക്കും എന്നെ പ്രസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനം പോണുണ്ട് നിറഞ്ഞ വഴിക്ക് തന്നെ ഞാൻ ജിഷ മാമിനോട് പറഞ്ഞു ഞാൻ റെഡി. കാരണം ഞാൻ എടുത്ത തീരുമാനമാണ്. അന്ന് ഞങ്ങളുടെ വുമൺസ് അക്കാദമിക്ക് പോയപ്പോ ആ വുമൺസ് ഡേ പ്രോഗ്രാമിന് പോയപ്പോ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വരാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരിക്കുന്നുള്ളത്. അപ്പൊ തന്നെ ഞാൻ ജിഷ മാമിനോട് പറഞ്ഞു ഞാനുണ്ട്. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു ലീഡർമാർക്കും ഭിന്നത വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. കാരണം തീരുമാനം എന്റേതാണ്. പൈസ പിന്നെ പുറകെ വരുമോ വരണില്ല എന്നുള്ളതല്ല, ആദ്യം തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ പൈസ, സത്യം പറയട്ടെ, ഞാൻ അന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലത്തെ ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് പോവാൻ നമ്മുടെ കയ്യിൽ ഇപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു, പക്ഷെ പോണ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം അല്ലെ? നമ്മൾ പുറമേന്ന് ഫുഡ് കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടിക്കൂലി അങ്ങനെയൊക്കെയുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ എന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അന്ന് ഉച്ചയ്ക്ക് ഞാൻ സെയിലിനിറങ്ങി. ഉച്ചയ്ക്ക് ഞാൻ സെയിലിനിറങ്ങിയിട്ട് 2000 രൂപയുടെ സെയില് നടത്തിയിട്ട് 3000 രൂപയും കൊണ്ടാണ് ഞാൻ പോയത്. പറയുമ്പോ എന്തുകൊണ്ട് വിഷമം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ലേഡീസുകളുണ്ട്, പക്ഷെ പൈസ ഇല്ല നമ്മുടെ കയ്യില്, അല്ലെങ്കിൽ വരാനായിട്ടുള്ള പല അസൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ആർസ്യം, അതായത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ള ഒരു ഇതാണ് ആർസ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇന്നിപ്പോ ഞാൻ കുറച്ച് നോക്കി എത്ര പേരുണ്ട് നമ്മളുടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളത്. 400 സംതിങ് പേരുണ്ടായിരുന്നു, ഇപ്പൊ 316 പേരാണ് ഇതിലുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം പ്രാധാന്യത്തെ കുറിച്ച് അവരറിയണില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വേദികളിൽ ഞങ്ങൾ പോയി എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് അന്ന് കുറെ ലേഡീസുകൾ അന്ന് കൈപൊക്കി, ഇനി ഇങ്ങനത്തെ ഒരു വുമൺസിന്റെ ഒരു പ്രോഗ്രാം വന്നാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നുള്ളത്. കൈപൊക്കാൻ ആർക്കും കഴിയും, പക്ഷെ നമ്മൾ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുക അല്ലെ? നമ്മുടെ ലീഡേഴ്സ് അത് തന്നെയാണ് ബിസിനസ്സിൽ പറയുന്നത്. നമ്മൾ കൈപൊക്കലും ആയതുകൊണ്ട് പറയലും മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്നെ കൊണ്ടുപോയി എന്റെ എല്ലാ ലീഡേഴ്സും, അതായത് നമ്മുടെ ജിഷാമ്മയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രമ്യ മേഡം, അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ബിജു സനൽ മേഡം, റോജമ്മ, എല്ലാവരും, സജിത മേഡം ആയിക്കോട്ടെ, അജില മേഡം ആയിക്കോട്ടെ, എല്ലാവരും ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും അത്ര സപ്പോർട്ടിങ് ആയിരുന്നു. ഒറ്റക്കെട്ടിൽ ഒരു അമ്മ പെറ്റ സഹോദരിമാരെ പോലെ എല്ലാവരും. ഒരു റൂബി ആയിട്ടുള്ള ജിഷ മാമിന്റെ അടുത്ത് നമ്മൾക്ക് അത്രയ്ക്ക് അധികം സ്വാതന്ത്ര്യമായിരുന്നു ഞങ്ങളെ കെയർ ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തും പറയാം ജിഷ മാമിനോട്. അങ്ങനെ ഞങ്ങൾ ഒരു കുടക്കീഴിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോയി. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ഫീലും അനുഭവമൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. TCG ഒരു കാര്യം, ഗുരുകുലം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം 16-ാം തീയതി ഗുരുകുലത്തിന്റെ അന്ന് രാവിലെ ആ ഗുരുകുലത്തില് TCG ഒരു വാക്ക് അവിടെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ ഞാൻ രമ്യജിയോട് ചോദിക്കും, ഇപ്പൊ എന്താ പറഞ്ഞേ, ഇതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അതിൽ TCG പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെ, ഗംഗ നമ്മുടെ പുണ്യ നദിയാണ്. ആ പുണ്യ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗംഗയിൽ ധാരാളം വെള്ളമുണ്ട്, പുണ്യ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളം വേണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ആ പുണ്യ നദിയിലെ വെള്ളം വേണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാണ് അല്ലെ? അത് തന്നെയാണ് ഇവിടെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പൊ അത്രയധികം കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ അനുഭവിക്കാനായിട്ട്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് അവിടെ നിന്ന് അവസാനം ഞങ്ങൾ പൊറുതിമുട്ടിയിട്ട് കണ്ണടച്ച് ഓടാറുണ്ട്. പിന്നെ ഇന്ന് ആളുകൾ വിളിച്ചിട്ട് മുക്കുഞ്ഞ് ഓടാ, നമ്മുടെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു. രാവിലെ ഫാഷൻ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 1:30 വരെ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പൊ അത്രയധികം നമ്മൾക്കൊരു എന്താ പറയാ സന്തോഷവും അഭിമാനവും എല്ലാം ഉണ്ട്. അതിനുപരി മൂർത്തി സാറും അഖിലമ്മ നമുക്ക് അത്രയ്ക്കധികം എഫർട്ട് എടുത്ത് നമ്മൾക്കത് അവർക്ക് വേണ്ടി ഇതൊന്ന് സമ്മാനിക്കാനായിട്ട്, നമ്മുടെ കേരളത്തിന് വേണ്ടി ഇത് കൊടുക്കാനായിട്ട് സാധിച്ചതിൽ ഇതിൽ എനിക്കും കൂടി പങ്കാളികളാവാൻ എന്നെ സഹായിച്ച എന്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു വിനിത മാം, നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അല്ലെ? താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കാനുള്ളത് സിജിത മാമിന്റെ ആണ്. ഇപ്പൊ രമ്യ മാമിന്റെ കൂടെ കട്ടക്ക് നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ സിജിത ബിനേഷ് മാഡം. അപ്പൊ സിജിത മാഡത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. സിജിത മാം, വെൽക്കം. താങ്ക് യു മാഡം. എല്ലാവർക്കും നമസ്കാരം. JRCM. എന്റെ പേര് സിജിത ബിനേഷ്, വീട് വെറ്റിലപ്പാറയിലാണ്. ഈ RCM എന്നൊരു പ്രസ്ഥാനം ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചത്
നമ്മളുടെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള ബിജു സനിൽ മാഡം ആണ്. ഞങ്ങളുടെ ലീഡറിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് ബിൽവാരയിലേക്ക് പോയത്. അത് വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. എല്ലാ ലീഡേഴ്സും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ബിൽവാരയെന്നും ആ കൂട്ടായ്മയിൽ നിന്നൊന്നും ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ല. ഞാൻ ഇന്നും കൂടിയും ബിനേഷ് സാറിനോട് ഇങ്ങനെ പിന്നാലെ നടന്നു ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പിന്നാലെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളും അതേപോലെ അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതാവായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് RCMയിലൂടെ എന്താ പറയാ ആരോഗ്യവും അതോടൊപ്പം തന്നെ വരുമാനവും കിട്ടും. പക്ഷെ മറ്റൊരു തലത്തിലേക്ക് നോക്കണെങ്കിൽ RCM നമ്മളെ കൊണ്ടുപോകും അല്ലെ, വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതറിയണമെങ്കിൽ ശരിക്കും നമ്മൾ RCMന് ആഴത്തിൽ നമ്മൾ അതിൽ ഇഴുകി ചേർന്നാൽ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ. ശരിക്കും ഈ നമ്മുടെ എന്താ പറയാ RCM നമുക്ക് നമ്മളില് ആ രക്തത്തിൽ ഇല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഓരോ ഞരമ്പുകളിലൂടെ ഓടുന്ന വെറും വെള്ളമായിരിക്കും അല്ലെ. ശരിക്കും രക്തത്തിൽ അലിഞ്ഞു ചേരണം എന്നാ ഞാൻ പറയുന്നത്. അതാണ് നമുക്ക് ബിൽവാരയിൽ അവിടെ കാണാനായിട്ട് സാധിച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലീഡേഴ്സും ഓരോ അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞു. അത്രയും ഒരു കോർഡിനേഷൻ ആയിരുന്നു അവിടെ. ഇപ്പൊ TCGനെ ഒക്കെ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും കമ്പനിയിൽ പോയി കാണുമ്പോൾ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിയങ്ക മാഡത്തിനെയും അവരൊക്കെ തൊട്ടടുത്തൊക്കെ കാണാൻ പറ്റി. അതിങ്ങനെ ഒരു കോർഡിനേഷൻ നമുക്ക് രമ്യ മാഡം അതേപോലെ തന്നെ ജിഷ മാഡം, മൂർത്തി സാർ, അഖില മാഡം ഒക്കെ ആ ലീഡേഴ്സിന്റെ സപ്പോർട്ട് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ലീഡേഴ്സ് പറയണ കാര്യം ഇപ്പോ ഓരോ ലീഡേഴ്സും ഇതിൽ പോവാനായിട്ട് ഒരുങ്ങി ആ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങളും ഇതിൽ പോവാനായിട്ട് ഇപ്പൊ ഞാനും രേഷ്മ അമ്മയോടാണ് കൂടുതൽ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ട് ഇതാവണത്. അപ്പോ ഞങ്ങള് ഒരിക്കലും ഇതിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നില്ല. നമുക്കറിയാം എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ തന്നെയാണ് ഞങ്ങളും കടന്നു പോയിരുന്നിരുന്നത്. അപ്പോ അഖില മാമിന്റെ ഒരു വിളി, ആ ഒരു വിളിയിൽ നമുക്ക് നോ എന്ന് പറയാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ ഞങ്ങളും ആ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് പോവാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഈ 13 ലേഡീസും എന്താ പറയാ ഒരു ജെന്റ്സ് പോലും കൂടെ ഇല്ലാതെ ബിൽവാര വരെ എത്തി എന്നുള്ള ഒരു എന്താ പറയാ ഒരു നെഗറ്റീവോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരുടെയും ഒരു തടസ്സങ്ങൾ പോലും ഇല്ലാതെ ഞങ്ങൾക്ക് ബിൽവാരയിൽ പോവാൻ പറ്റി. അവിടെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇപ്പൊ അഖില മാം പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു, അതൊന്നും ഒരു തടസ്സങ്ങളെ അല്ലായിരുന്നു. ഞാൻ കണ്ടു, എന്റെ കണ്ണുകളിലൂടെ ഞാൻ കണ്ടു TCG മഴ നനഞ്ഞു വരുന്നത്. എന്നിട്ടും ഞങ്ങളുടെ കൂടെ ഫോട്ടോ ആയിട്ട് തയ്യാറായി. അതൊക്കെ വളരെ ഒരു എന്താ പറയാ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ആ ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. തലയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടു, ശരിക്കും എന്റെ കണ്ണിൽ ഞാൻ കണ്ടു. അതൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് TCG പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് കൾച്ചറൽ വാക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോഴും അത് ഒഴിവാക്കിയിരുന്നില്ല. പിറ്റേ ദിവസത്തെ ഞങ്ങൾക്ക് വീണ്ടും ആ ചാൻസ് കിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കി അതവിടെ ആ പ്രോഗ്രാമേ നടക്കില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ലായിരുന്നു. ആ പ്രോഗ്രാം വീണ്ടും നടത്തി. അങ്ങനെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. ഇപ്പൊ ഫോട്ടോ സെക്ഷന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ എന്താ പറഞ്ഞ അഭിമാന നിമിഷം. സെലിബ്രിറ്റികളായിരുന്നു ഞങ്ങള്. എന്താ പറയാ അത്രയും സന്തോഷായിരുന്നു. അപ്പോ ഇതിനെല്ലാത്തിനും നമുക്ക് ഞങ്ങൾക്ക് ഈ ഇതിലൂടെ പോവാനായിട്ട് ഒക്കെ സാധിച്ചത് ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒരു ഇത് തന്നെയാണ്. അപ്പോ കൂടുതൽ ലേഡീസ് ഇനി അടുത്ത വർഷവും ഈ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാനായിട്ട് എല്ലാവരും വരണം എന്നാണ് പറയുന്നത്. നമ്മൾ മുൻകാല ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആ വീഡിയോസിൽ ഒക്കെ ആ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റണം. പക്ഷെ ഈ വർഷം അതിന്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു. താങ്ക് യു സുജിത മാം, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് കവിത മാമിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. പേൾ അച്ചീവർ ആണ്. കവിത മാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കവിത മാമിന് ഹിന്ദി അറിയത്തില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദി പറയാനായിട്ട് ട്രൈ ചെയ്ത ഒരു വ്യക്തി കവിത മാഡം ആണ്. അപ്പൊ കവിത മാമിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. കവിത മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു ജിഷ മാഡം, JRCM.
Yes. എല്ലാവർക്കും നമസ്കാരം. CRCM. എന്റെ പേര് കവിത അനിലൻ. ചാലക്കുടി കുടിച്ചിറയിലാണ് വീട്. എന്നെ ഈ ഒരു നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സ്റ്റാർ അച്ചീവർ പുഷ്പലത മേഡം. എന്താ പറയാലേ, സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറയാണ്. നിഷ മേഡം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സമയം മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദി നന്നായിട്ട് സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകളായിട്ട് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും എല്ലാവരോടും കൂടുതൽ അടുത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഒറ്റവട്ടമാണ് ഞാൻ കമ്പനിയിൽ പോയിട്ടുള്ളൂ. ഹസ്ബൻഡ് എല്ലാ വർഷവും പോവും. പക്ഷെ ഞാൻ കുട്ടികള് ഷോപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ മാറി നിൽക്കും. സാറാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു പ്രാവശ്യം എന്നെ ഷൈനി മേഡാണ് വിളിച്ചത്, ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. കഴിഞ്ഞ വുമൻസ് ഡേ പ്രോഗ്രാമിൽ 8 പേരടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ട് പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവരൊക്കെ പോയില്ല, ഇവരൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോ ഇനി ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോ എന്തായാലും പോണം എന്നുള്ള ഒരു തീരുമാനം അന്ന് മനസ്സിലെടുത്തിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് എന്നെ ഷൈനി മേഡം വിളിക്കുകയാണ്, ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചത്. അദ്ദേഹം എന്നോട് നോ പറഞ്ഞില്ല. അപ്പൊ ആ ഒരു വലിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പോവാനായിട്ട് സാധിച്ചതും തന്നെ. അതേപോലെ തന്നെ എല്ലാ ലീഡേഴ്സും എന്താ പറയാലേ, ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു ഈ ഒരു 13 പേരടങ്ങിയ ഒരു സംഘം ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് മുതൽ അവിടെ ഇറങ്ങി അതിനുശേഷം അവിടെ ഉണ്ടായ ഓരോ അനുഭവങ്ങളും. കാരണം അവിടെ ആ ഒരു അനുഭവത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരാം. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നാണ്. ഒപ്പം തന്നെ ഒരുപാട് സ്വന്തമായിട്ട് ഒരു റെസ്പെക്ട് തോന്നുന്നു. ഒപ്പം തന്നെ ലീഡേഴ്സിനോടും അല്ലെ, നമ്മളെ എന്താ പറയാ, അത്രത്തോളം കെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ്. ഇപ്പോ അഖില മേഡം, അതേപോലെ മൂർത്തി സാറ്, അതേപോലെ ജിഷ മാം, ഷൈനി മാം, ഇവരെ എല്ലാവരും, അതായത് കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ ലവ് ലൈൻ ആയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു സ്നേഹത്തോടു കൂടി അല്ലെ, ഒരു കുടുംബത്തിലെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ആയിരുന്നു ശരിക്കും ആ ഒരു യാത്ര. ഒരുപാട് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒപ്പം തന്നെ നമ്മുടെ ആ കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോഴും, നേരത്തെ പലരും സൂചിപ്പിച്ചു, മഴ പെയ്തിട്ടൊക്കെ ആകെ കുതിർന്ന് നനഞ്ഞ ബെഡ് വരെ വിരിച്ച ആ ഒരു മൈതാനം, പിറ്റേ ദിവസം ആ പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കാൻ അവിടെ ചെന്നപ്പോ മഴ അവിടെ പെയ്തിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അതായത് ക്വിക്ക് ആക്ഷൻ ആണ് അവിടെ ഓരോ കാര്യത്തിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ധൈര്യത്തോടു കൂടി നമ്മുടെ കമ്പനിയുടെയും നമ്മുടെ ലീഡേഴ്സിന്റെയും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ 100% നമുക്ക് വിശ്വസിക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് ഇത്രയും ആത്മാഭിമാനത്തോടു കൂടി, ഒപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ആ ഒരു എന്താ പറയാ ഇംപ്രൂവ്മെന്റ് നമ്മളിൽ സ്വയം പര്യാപ്തരാക്കിക്കൊണ്ട് നമ്മളിൽ വളർത്താനൊപ്പം തന്നെ ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ കൂടെ വന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ധൈര്യം, ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു RCMൽ മാത്രമാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മ, വീട്ടിൽ ഒതുങ്ങി കൂടി ഞാൻ ഒറ്റയ്ക്കൊന്നും 100 സ്ഥലങ്ങളിലൊന്നും പോവില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പെട്ടി ലഗേജ് ഒക്കെ കൊണ്ട് എങ്ങനെയാ പോവാ, ഇതൊന്നും എന്താ പറയാ, ഇതൊക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെയൊക്കെയോ സാധിച്ചു. കാരണം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സാധിക്കുമെന്ന് ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നെ നമ്മുടെ ലീഡേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ലേഡീസ് മാത്രമായിട്ട് ഇത്രയും ദൂരത്തേക്കൊക്കെ പോയത്. അപ്പോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ലീഡേഴ്സ് എല്ലാവരും, രമ്യ മേഡം ആയാലും ജിഷ മേഡം, ഷൈനി, ബിജു സർ, എല്ലാവരും ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല, എല്ലാവരും തന്നെ വളരെയധികം സന്തോഷവും ഓരോരുത്തരെ കെയറിങ്, അതായത് 13 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെയർ ചെയ്തുകൊണ്ട് എല്ലാവരും അത്രത്തോളം ഒരു കോൺഫിഡൻസ് ആയിട്ട് പോവാനായിട്ട് സാധിച്ചു. തിരിച്ചു വന്നു. വളരെയധികം അഭിമാനമാണ്. ഒപ്പം തന്നെ നമ്മുടെ ലീഡേഴ്സിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അഖില മേഡം, മൂർത്തി സാറൊക്കെ അവിടെ ഷോപ്പിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു നമ്മളോടുള്ള ആ ഒരു കെയറിങ് ആണ് ഇതൊക്കെ നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു സിസ്റ്റത്തിലൂടെ അവർ വിജയിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയിപ്പിക്കാനായിരിക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി. ഇത് തന്നെ നമ്മുടെ ടീമിനെയും നമ്മൾ പഠിപ്പിക്കണം. ഈ ഒരു കോർഡിനേഷനും ഒപ്പം തന്നെ ഈ ഒരു സ്നേഹവും ബഹുമാനവും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഈ ഒരു അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഈ RCMന്ന് മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ എല്ലാ ലീഡേഴ്സിനോടും, ജിഷ മേഡത്തിനോട്, അഖില മേഡം, മൂർത്തി സാറ്, ഒപ്പം തന്നെ രമ്യ മേഡം, ബിജു സരിൽ മേഡം, സജിത മേഡത്തിനോടൊന്നും ഞാൻ ഇത്രയധികം സംസാരിച്ചു. പക്ഷെ ഈ ഒരു യാത്രയിൽ എന്താ പറയാലേ, RCM ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും അല്ലെ, നാനാത്വത്തിൽ ഏകത്വം, അതായത് എല്ലാവരും ഒരേ മനസ്സോടുകൂടി, ഒരേ ചിന്താഗതിയോടുകൂടി, ഒരേ
സ്വപ്നത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എന്തായാലും എല്ലാവരും ചേർന്ന് നിൽക്കുക. അടുത്ത പ്രാവശ്യം ഒരുപാട് ലീഡേഴ്സുമായിട്ട് പോവാനായിട്ട് ഞാനും എന്റെ ടീമും റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ടോടു കൂടി അതിന് സാധിക്കുമെന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും ആർസിയിലൂടെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCയും ഗുഡാർസിയും. ഓക്കെ, താങ്ക് യു ജിഷ മാഡം. താങ്ക് യു കവിത മാം. കവിത മാമിനെ സംബന്ധിച്ച് വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കവിത മാം നല്ലൊരു വണ്ടർവേൾഡ് ക്യുക്ക് ഉണ്ട്. ഏകദേശം മാം 1,00,000 രൂപയുടെ അധികം ഡ്രസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് എന്നുള്ളതാണ്. മാം എടുത്തിട്ടും തീരുന്നില്ല. അവസാനം ഞങ്ങൾ പൊക്കോട്ടെ എന്ന് വരെ ചോദിച്ചാക്കില്ല നമ്മുടെ കവിത മാമിനോട്. കവിത മാം ഒരു ചാക്ക് പിടിച്ച് ഓൺലൈൻ പർച്ചേസിന്റെ ഭാഗത്തേക്ക് വരുന്നു, ഡ്രസ് മെറ്റീരിയൽസിന്റെ ഭാഗത്തേക്ക് വരുന്നു, എവിടേക്കൊക്കെ വണ്ടർവേൾഡിൽ കിടന്ന് ഇങ്ങനെ ചാക്കും പിടിച്ച് നടക്കായിരുന്നു. അവസാനം ഞങ്ങൾ പറയാം കവിത മാം ഞങ്ങൾ പൊക്കോട്ടെ, മാം എടുത്തോളൂ പറഞ്ഞ അവസാനം ഞങ്ങൾ പോവേണ്ടി വന്നു. അത്രയ്ക്കധികം പ്രൊഡക്റ്റുകള് ഡ്രസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് കവിത മാമിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടർവേൾഡ് RCM വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകൾ കാണാൻ സാധിക്കും എന്നുള്ളത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങളും ഒരുപാട് ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഷോപ്പുകളിലേക്ക്, പ്രമീള മാഡത്തിന്റെ ഷോപ്പുകളിലേക്ക്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളിലേക്ക് ലീഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു കവിത മാം, താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമ്മുടെ രേഷ്മ മാം സിജിത മാം ആണ് നമ്മുടെ കമ്പനിയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് ഡാൻസ് കളിച്ചത്. അപ്പൊ ഈ പ്രാവശ്യവും അതിൽ ഭാഗമാകാനായിട്ട് രേഷ്മ മാമിന് സാധിച്ചിട്ടുണ്ട്. രേഷ്മ മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മാഡം. JRCM വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചത് അഖില മാഡാണ്. അഖില മാഡത്തിന്റെ ആ ഒരു വാക്ക് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. മാഡത്തിന് അങ്ങനെ വിളിക്കാൻ തോന്നിയതിന് തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അഖില മാഡത്തിനും മൂർത്തി സാറിനും നന്ദി പറയാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോവാൻ പോലും ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനായാലും സിജിത മാഡായാലും. പക്ഷെ വൈകുന്നേരം ഒരു 8 മണി 9 മണിയോടെ ആയിട്ടുണ്ട്. ആ സമയത്താണ് അഖില മാഡത്തിന്റെ ഒരു കോള് വരുന്നത്. ആ കോള് എടുത്ത് വശം മാഡം പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോ ഒന്നും നോക്കിയില്ല, നോ പറയാതെ യെസ് പറയാനായിട്ട് തയ്യാറായി. കാരണം വേറെ ഒന്നും ചിന്തിക്കാതെ നിന്നില്ല. കാരണം ഒരു മോളുണ്ട്, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് എക്സാം തുടങ്ങുന്ന സമയമാണ്. 12-ാം തീയതി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു, 19-ാം തീയതി അവസാനിച്ചു. നമ്മൾ 19-ാം തീയതി പുലർച്ചെ ഇവിടെ എത്തി. ആ സമയത്ത് എക്സാമിന്റെ ലാസ്റ്റ് ഘട്ടത്തിലായി. അപ്പൊ എല്ലാവർക്കും എല്ലാ ലേഡീസിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ ഓരോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു തറവാട് അല്ലെ, നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ രാജസ്ഥാനിലെ ബിൽവാരയിലുള്ള നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട് ഈ ഇത്രയും ആളുകള് ആദ്യമായിട്ടാണ് ഞാൻ ലേഡീസ് മാത്രമായിട്ട് ഒരു പ്രോഗ്രാമിന് പോകുന്നത്, അതും ഒറ്റയ്ക്ക്. എപ്പോഴും കമ്പനി വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല. പക്ഷെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയാ, ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തത്. എല്ലാ ലീഡേഴ്സും, ബാക്കി ജിഷ മാഡം, എല്ലാ ലീഡേഴ്സും AC-യിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റില്. പക്ഷെ ജയശ്രീ മാഡത്തിന്റെ പേര് കണ്ടപ്പോ പിന്നെ വലിയൊരു സന്തോഷമായി. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ലല്ലോ. അതുപോലെ തന്നെയായിരുന്നു ജയശ്രീ മാഡം ആയാലും സുപ്രജ മാഡം ആയാലും ട്രെയിനിൽ അവര് കഴിച്ചില്ലെങ്കിൽ പോലും എന്നെയും സിജിത മാഡത്തിനെയും ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെയായിരുന്നു ഇവരെല്ലാവരും കൊണ്ട് നടന്നത്. അവര് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനിൽ അവര് ജയശ്രീ മാഡം സുപ്രജ മാഡം ആയിരുന്നു. പിന്നെ നമ്മള് നമ്മുടെ TCGയുടെ, അതായത് നമ്മുടെ ഓഫീസിലെത്തിയപ്പോ ഞങ്ങൾ 5 പേരായിരുന്നു ഒരു റൂമിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ആ 5 പേര്, ഇപ്പൊ കവിത മാഡം, ജയശ്രീ മാഡം, അതുപോലെ സിജിത മാഡം, സുപ്രജ മാഡം, ഞാനായിരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു റൂമില് അത്രയും ആളുകൾ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ്. കാരണം അത്രയും നമ്മൾ കെയർ ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടുകാരുടെ കൂടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു പിണക്കെങ്കിലും ഉണ്ടാവും. ഒരു കുറച്ച് ലേഡീസ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ സജിത മാഡം പറഞ്ഞ പോലെ എപ്പോഴും ലേഡീസ് ഒരിക്കലും ഒരുമിച്ചിരിക്കില്ല. അപ്പൊ തന്നെ അവിടെ ഒരു തല്ലൂട്ടോ അല്ലെങ്കിൽ പിണക്കം ഉണ്ടാവും. പക്ഷെ ഇത്രയും ആളുകൾ തമ്മിൽ ഒത്തൊരുമയിലൂടെ എന്തൊരു കാര്യത്തിലും
തീരുമാനങ്ങൾ എടുക്കാനായാലും എല്ലാം ഒരേപോലെ ചിന്തിച്ച് നല്ലൊരു കൂട്ടായ്മയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതില് നമ്മുടെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറയാണ്. പ്രത്യേകിച്ച് ജിഷ മാഡം ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ട്രെയിനിൽ കയറുമ്പോഴും ഇറങ്ങാറാവുമ്പോഴും ഒക്കെ ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് എന്തായി, ഇറങ്ങാറായിട്ടുണ്ട് എന്നുള്ള നമുക്ക് എന്താ പറയാ ഒരു കെയറിങ് ആണ് തരുന്നത്. നമ്മൾ ഒരു കാരണവശാലും മിസ്സാവില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാ, അയ്യോ എനിക്കത് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ഒരു സന്തോഷാണ്. ഇപ്പോഴും ആ ഒരു കൂട്ടായ്മയിൽ പോന്നിട്ട് അതായത് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പോലും ആ ഒരു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും മനോഹരമായ ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ TCGയുടെ ഒപ്പം ഞങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റി. ശരിക്കും ഞാൻ ഡാൻസ് കളിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഡാൻസ് കളിക്കാൻ TCGയുടെ ഒപ്പം കളിച്ചപ്പോ ഞാനൊന്ന് പേടിച്ചു. പേടിക്കല്ല, ഉള്ളിലൊരു എന്താ പറയാ ഒരു രോമാഞ്ചം എന്ന് പറയില്ലേ, അതൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു എനിക്ക് കളിക്കാനേ തോന്നുന്നില്ല. TCGനെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഞാൻ. അത്രയും അത്രയും ആളുകളുടെ ഇടയിൽ നമ്മൾ ആ TCGനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. കാരണം നമുക്കൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഇത് കിട്ടണത് ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. ശരിക്കും ഗാന്ധിജീനെ മുന്നിൽ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും എന്താ പറയാ, ശരിക്കും ഞങ്ങളൊക്കെ ശരിക്കും കേരളത്തിനെ പ്രതിനിധീകരിച്ച് നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്കുണ്ടായ ഒരു ഇത് ഇപ്പൊ മേഡം പറഞ്ഞ പോലെ മഴ പെയ്തതും ഞങ്ങൾ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ ആ ഒരു ഒന്നും കൂടെ ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഒരുങ്ങി അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു വളരെ അധികം സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചിന്തിച്ചാലും പ്രകൃതി പോലും നമുക്ക് അനുയോജ്യമായി വരും പറയില്ലേ, നമ്മൾ എന്താഗ്രഹിച്ചാലും. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും അവിടെ നടന്നത്. ശരിക്കും വരാത്തവർക്ക് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. കാരണം ഇത് എന്തായാലും അറ്റൻഡ് ചെയ്യണം. അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഞാൻ എന്തായാലും പോകും. എന്റെ ടീമും ഉണ്ടായിരിക്കും എന്റെ കൂടെ എന്നാണ് ഞാൻ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കും. കാരണം ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നമ്മള് ഒരാൾ പറയുമ്പോൾ കിട്ടുന്ന ഫീലിങ്സും അത് കാണുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടറിഞ്ഞ് കിട്ടുന്ന ഫീലിങ്സും രണ്ടാണ്. അപ്പൊ നമുക്കത് തൊട്ടറിഞ്ഞ് കണ്ട് നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ആരും പോവാതിരിക്കരുത്. ഇനി കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എപ്പോ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനം അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോഴും ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്തും നമുക്ക് എത്താനായിട്ട് മാക്സിമം ആളുകൾ ഒരു പ്രശ്നങ്ങളും പറയാതെ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞത്. അതിന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ കൊണ്ടുവന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്റെ ഗ്രേറ്റ് ലീഡർ ബിജു സെൻ മാഡത്തിന്, സുരേന്ദ്രൻ സാറിനൊക്കെ നന്ദി പറയാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ RCMൽ ഉള്ളത്. ഇല്ലെങ്കിൽ എന്റെ ലീഡേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല അല്ലെ. നമ്മളെ ലീഡേഴ്സിനെ എപ്പോഴും കൈ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതൊരു സമയത്തും നമ്മളുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിനൊരു തെളിവ് തന്നെയാണ് ഈ ഒരു 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഇല്ലാതെ ഞങ്ങളൊരു മക്കളെ പോലെ ഞങ്ങളുടെ എല്ലാ ലീഡേഴ്സും നമ്മളെ കൊണ്ട് നടന്ന് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിർത്തി. അപ്പൊ എല്ലാ ലീഡേഴ്സിനും താങ്ക് യു. അതുപോലെ മൂർത്തി സാർ, അഖില മേഡം, ഹരി സാർ, എല്ലാവർക്കും എല്ലാ ലീഡേഴ്സിനും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു മാഡം. JRCM രേഷ്മ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് അജില മാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അജില മാം വീട്ടിലെത്താത്തത് കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ സംസാരിക്കത്തില്ല. അടുത്ത നെക്സ്റ്റ് ടൈമില് അജില മാമിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അടുത്തതായിട്ട് സുപ്രജ മാം. വെൽക്കം മാം. സുപ്രജ മാം വാടാനപ്പള്ളിയിൽ നിന്നാണ്. സുപ്രജ മാം, വെൽക്കം. താങ്ക് യു മാഡം. എന്താ പറയാ, എനിക്കിതില് പങ്കെടുക്കാൻ പറ്റിയതില് ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എന്നെ കൊണ്ടുവന്ന, എന്റെ പേര് സുപ്രജ, എന്നെ നന്മയിലേക്ക് കൊണ്ടുവന്നത് എന്റെ ചേച്ചി ഉത്തരത്തിലൂടെ പവർഫുൾ ലീഡർ സ്റ്റാർ ഗോൾഡ് അച്ചീവർ കൂടിയായ സുജയ മാഡമാണ്. സുജയ മാഡത്തിനും കുടുംബത്തിനും എന്റെ ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി നിൽക്കുന്ന എന്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി, സ്നേഹം അറിയിക്കുന്നു. അതിന് ഒന്നും കൂടി എന്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് ഒന്നും കൂടി ഞാൻ നന്ദി പറയാ. ഈ ഒരു RCMൽ വന്ന കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ തന്നെ കാരണം. പിന്നെ കൂടാതെ എന്നെ വിളിക്കാൻ തോന്നിയ എന്റെ ജയശ്രീ മാഡം ഒരു വാക്ക് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞത് എന്താ, ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ എന്നാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. അതായത് പൊക്കോളാനുള്ളൊരു സമ്മതം കിട്ടി. അപ്പൊ പിന്നെ ഞാൻ വേഗം പറഞ്ഞു പോന്നു. അവിടെ ചെന്നപ്പോഴാണ് എന്താ പറയാ, നമ്മള് സ്കൂളിൽ ഒരു മിഠായിക്ക് വേണ്ടിയിട്ടാണ്
ഒരു സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തണ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു പതാക ഉയർത്തല് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് അത് കാണാൻ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ TCG വന്നിട്ട് ഉയർത്തുന്ന കണ്ട്, അതുപോലെ തന്നെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചത്, ഇങ്ങനെ കളിക്കാൻ പറ്റിയത്, ആദ്യമായിട്ടാണ് ഞാൻ ഒരു തിരുവാതിരക്കളി കളിക്കുന്നത്. ഞാനും ജയശ്രീ മേഡവും കൂടി എന്തോരം ബുദ്ധിമുട്ടി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടി ഞങ്ങളുടെ രമ്യ മേഡം ആയാലും, പിന്നെ അതേപോലെ തന്നെ ബിനിത മേഡം, CG മേഡം, രേഷ്മ മേഡം, എല്ലാവരും ഒരുപാട് ഞങ്ങളെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിപ്പിച്ചത്. ഞാൻ വിചാരിച്ചില്ല, എനിക്കൊരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ലീഡേഴ്സിനെ ഒരിക്കലും നാണം കെടുത്താതെ, അതായത് ആ സ്റ്റേജിൽ നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ സാധിച്ചു. അതിലെല്ലാം ഞാൻ എന്റെ ലീഡേഴ്സിനോട്, അതുപോലെ തന്നെ ജിഷ മേഡം ഒക്കെ ഒരു അമ്മയെ പോലെ ഇത്രയും കരുതലോട് കൂടിയിട്ട് നമ്മളെ ലീഡേഴ്സ് നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്തിനു പേടിക്കാൻ, നമ്മള് ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് കൈവന്നു. ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിരുന്നു കമ്പനി കാണാൻ. പക്ഷെ ഇപ്പൊ ചെന്നപ്പോ കമ്പനി ഒന്നുകൂടി എന്താ പറയാ, ഒന്നുകൂടി സൗകര്യം വെച്ചു. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും നമ്മൾക്ക് കമ്പനിയിൽ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല, അത്രയും സന്തോഷം. ഇപ്പൊ എല്ലാവരും പിരിഞ്ഞപ്പോഴ് ഭയങ്കര ഒരു വിഷമം. ഈ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ, ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോ തന്നെ ആരോടൊക്കെ നന്ദി പറയണ്ടെന്ന് എനിക്ക് തന്നെ അറിയണില്ല. എല്ലാവർക്കും, അഖില മേഡം, മൂർത്തി സാറ്, ഹരി സാറ്, അതുപോലെ തന്നെ ജിഷ മേഡം, എല്ലാവർക്കും, ജയശ്രീ മേഡം, എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് അറിയാത്ത എന്റെ ലീഡേഴ്സിനെയൊക്കെ നന്നായി പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരെ എന്താ പറയാ, അവരുടെ കെയർ അനുഭവിക്കാൻ സാധിച്ചു. അതിലെല്ലാം ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിർത്തട്ടെ. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സുപ്രജ മാം, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് സമയം ഒട്ടും കളയാനില്ല. നമുക്ക് ഇനി ഒരാളുടെ കൂടെ എക്സ്പീരിയൻസ് ആണ് കേൾക്കാനുള്ളത്. അത് കുറച്ച് പവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ടെക്നിക്കൽ അച്ചീവർ ആണ്, കേരളം അറിയപ്പെടുന്ന ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ്, സ്റ്റാർ പേൾ അച്ചീവർ ആണ് ബിജു സനിൽ മാം. അപ്പൊ ബിജു സനിൽ മാഡത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. മാം വെൽക്കം. GRCM, ഗുഡ് ആർസിയം. ഞാൻ ബിജു സനിൽ, വീട് ചാലക്കുടി പുലാനി, സ്റ്റാർ പേൾ അച്ചീവർ. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെയാണ് കേരളം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദി ഒരേ ഒരാളാണ്, എന്റെ പ്രിയപ്പെട്ട എമറാൾഡ് സുരേൻ സാറ്. എനിക്ക് വളരെയധികം സന്തോഷം. ലാസ്റ്റ് ജിഷമേൻ തന്നത് എനിക്ക് എന്താ പറയാ, സത്യം പറഞ്ഞ ഭയങ്കര ഒരു അംഗീകാരമാണ്. ഇവരുടെ ഒക്കെ എക്സൈറ്റ്മെന്റ് കണ്ട് എന്റെ എനർജി ഒന്നും കൂടെ കൂടി. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടില് ഒരു കുടക്കീഴിലാണ് കേരളം അണിനിരന്നിരിക്കുന്നത് അല്ലെ. നമ്മള് കേരളത്തിലെ ഓരോ സ്പെഷ്യൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ സ്വീകരിക്കാൻ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് താലത്തിലാണെങ്കിലും, അത് ഈ ഒരു കുത്താമ്പള്ളി സാരി 2019 നമ്മുടെ കമ്പനി നമുക്ക് അന്ന് തന്ന ലോക സാരി ഉണ്ട്. അത് നമ്മൾ കേരളീയരിലായ ഒരു ലേഡി ലീഡേഴ്സ് ഉടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോഴും കാണാം നോർത്ത് നിന്ന് വരുന്ന കുറെ പേര് അത് എടുക്കുന്നു വെച്ചാലും നമ്മുടെ ഇവിടെ വിരലിലുണ്ടാവുന്ന ലീഡേഴ്സ് അത് എടുക്കുള്ളൂ. അതിന്റെ സ്റ്റഫ് അങ്ങനെയാ, വഴുവഴുന്നനെ. നമ്മുടെ ഒരു കൺസെപ്റ്റ് അതിൽ ബാധിക്കുന്നില്ല. അങ്ങനെ TCG സ്പെഷ്യലായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സജിത മേഡം, പുഷ്പലത മേഡം, അഖില മേഡം, പ്രിയ മേഡം, അങ്ങനെ അന്ന് സീനിയർ കാറ്റഗറിയിൽ നിന്ന ഒരുവിധം എല്ലാ ലേഡീസും കൂടെ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരു സാരി. പക്ഷെ ഇത് പൂച്ചയ്ക്കാരും മണി കെട്ടു എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് മൂർത്തി സാർ അന്ന് RCM അല്ലാത്ത എന്തെങ്കിലും നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും വിറപ്പിക്കുന്ന രീതിയിലാണ്. RCM അല്ലാത്ത ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത, പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒക്കെ പുറകിലാക്കി. അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറെ കൃതജ്ഞതയുണ്ട്. കാരണം RCM എല്ലാത്തിനും കേരളത്തിന്റെ ഒരു ഒപ്പിടുന്നതിലേ ഭാഗമാകാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കൊട റൂബി ഗോപകുമാർ സാറിന്, നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള RCM കേരളത്തിന് മഹാപ്രസ്ഥാനം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ മഹാഗുരുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കൊമ്പടിയുടെ എമറാൾഡ്. അപ്പൊ അതിനുശേഷം താലം സരിത മേഡം വേറൊരാളിലേക്ക് കൈമാറുക എന്ന് പറയില്ലേ, ഇങ്ങനെ താലം കൈമാറുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. പിന്നെ താലത്തിന്റെ ഒരു
ഇത് നറുക്ക് വീണത്, അതിന്റെ കോർഡിനേഷൻ ആശയങ്ങളൊക്കെ ബിജു സാർ എപ്പോഴും പുതിയ പുതിയ 2 ബിജുക്കള് ആണ് താരത്തിന്റെ പുറകിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ. കൊമ്പടി ബിജു സാർ ഓരോ കാര്യങ്ങൾ പറയാൻ അതിനോ കട്ടയ്ക്ക് നിൽക്കാറുണ്ട്. ഞാൻ അതിന്റെ ഒപ്പം എന്റെ കൂടെ ഞാനതും ചെയ്യാറേ ഉള്ളൂ. പക്ഷെ എല്ലാ താലവും മനോഹരമാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ്. യൂണിറ്റി ഈസ് ദ സ്ട്രെങ്ത്. ഞാനത് ഏറ്റെടുക്കുള്ളൂ. പക്ഷെ ആ താലം മനോഹരമാകുന്ന പുത്തമ്പള്ളി സാരി ഉടുത്ത് വരുന്ന ഡ്രസ് കോഡോടുകൂടി എപ്പോഴും എത്ര ഇതിലാണെങ്കിലും ആൾക്കാർ കൂടിയിട്ട് താലം കുറയാറേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ബാക്കി വരാറില്ല. അങ്ങനെ നിൽക്കുന്ന നമ്മുടെ ലേഡി ലീഡേഴ്സിന്റെ കൂട്ടായ്മ. ഈ കൊട കേരളത്തിൽ നമ്മൾ അന്ന് വെച്ചപ്പോ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഈ വീഡിയോയും ഫോട്ടോയും ബിൽവാരയിൽ എത്തിക്കണം, ഇത് PV ആക്കി മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി വീഡിയോസുകളും ഇതൊക്കെ ചെല്ലുന്നെടുത്ത്. പക്ഷെ അന്ന് കൊടകൾ ഒത്തിരി പേര് വാങ്ങിയിരുന്നു. രണ്ടാമത് ഇരിങ്ങാലക്കുട പ്രോഗ്രാമിൽ വാങ്ങിയിരുന്നു. പക്ഷെ അതിലും ഈ ഒരു കൊട പിൽവാരയിൽ എത്തിക്കാൻ ഞാൻ എന്റെ ചെറിയ ബാഗില് 3 ഫോൾഡ് കൊട എടുത്തു വെച്ചിട്ടും ലാസ്റ്റ് മനസ്സിലിരുന്ന് പറയാണ്, ഏയ് അത് വേണ്ട, ഇത്തിരി ബുദ്ധിമുട്ടിയാൽ, ഇത് ഇത്തിരി നീളം കൂടുതലല്ലേ 2 ഫോൾഡ്, എന്നാലും വേണ്ടില്ലേ, അത് കയ്യിലെടുക്ക്. നമ്മുടെ ഉള്ളിലിരുന്ന ഒരാൾ നമ്മളെ അങ്ങോട്ട് യാത്രയിൽ എത്ര കുറയ്ക്കാവോ ലഗേജ്, എത്ര സൗകര്യപൂർവ്വം പോകുന്നു. പക്ഷെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരാവശ്യമായി തോന്നി. ആ കൊട കൊണ്ടുപോയി, മഴയുണ്ടായിരുന്നു, നിവർത്തി. ഫ്ലാഗ് ഓഫിന്റെ സമയത്ത് ഈ കൊടയെടുത്ത് കറക്കുമ്പോ അഖിലമ്മയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ആരും യൂണിഫോമിറ്റിയിൽ വരരുത്, ഏത് ഡ്രസ്സ് എങ്ങനെയാണ് നമ്മുടെ പ്രിയങ്ക മാം ഓരോരുത്തരെ അവിടേക്ക് വിളിക്കുക, അങ്ങനെ. അപ്പൊ എല്ലാരും വ്യത്യസ്തമായിട്ടാണ്. എപ്പോഴും എവിടെയെങ്കിലും വിളിച്ചാലുടൻ എത്താവുന്ന രീതിയിൽ നമ്മൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിനെ അഖില മാം നമ്മളവിടെ എന്താ പറയാ എടുത്തു കാണിക്കാനായിട്ടുള്ള ഒരു തീരുമാനം അങ്ങനെ അഖിലമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓടി വന്ന് നിന്നത് തന്നെ ആ ബൗണ്ടറിയുടെ കയറിന്റെ ഏറ്റവും ഫസ്റ്റ് റോയിൽ നിൽക്കാനായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് അതിന് ദൈവം സഹായിച്ച് അതിന് സ്ഥാനം കിട്ടി. അപ്പോഴാണ് ഫ്ലാഗ് ഓഫിന്റെ സമയത്ത് ചെറിയൊരു മഴ വന്നപ്പോൾ ഈ കൊട നിവർത്തി ഞാനിങ്ങനെ വട്ടം മുകളിലേക്കൊന്ന് പൊക്കി ഇതിങ്ങനെ കാണിച്ചപ്പം കുറച്ചു പേരിങ്ങനെ കോർ ലീഡറും TCG നോക്കിയപ്പം വിനിത മേഡം ഒക്കെ പറഞ്ഞു, TCG നോക്കണുണ്ട്, വെറുതെ ഇത് വേണ്ട, നമുക്കിത് മടക്കാം. മടക്കി കഴിഞ്ഞ് നമുക്ക് അഖില മാമും മൂർത്തി സാറും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പൊക്ക് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാന്ന് അറിയില്ല, കൊട പൊക്കി. ഇന്നിപ്പം നോക്കിയാൽ ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു വീഡിയോയില് കേരളം എവിടെയെന്ന് നോക്കണമെങ്കിൽ ഈ കൊട നോക്കിയാൽ മതി, അവിടെ കേരളം എല്ലാവരും ഉണ്ട്. അതോടൊപ്പം റൈസിംഗ് കോർ ലീഡർ നമ്മുടെ കോർ ലീഡർ ശ്യാം അഗർവാൾ സാറ് മൂർത്തി സാറിനോട് ചോദിച്ചു, മൂർത്തി സാർ ഈ കൊടയും വാങ്ങി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ചോദിച്ചു, കൊട നിങ്ങൾ കേരളത്തിൽ ലോഞ്ച് ചെയ്തത് ലോഞ്ച് ചെയ്യിക്കാനോ കൊണ്ടുവന്നേന്നും. അതുപോലെ തന്നെ ഈ കൊട നമുക്ക് അവിടെ 1 ആൻഡ് ഓൺലി ഈ ഒരു കൊട മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എല്ലാവരും ശ്രദ്ധ, ഒത്തിരി പേര് ഈ കൊട വെച്ച്, കൊട പോലും സെലിബ്രിറ്റി ആയി നമ്മളിവിടെ കൊണ്ടുപോയത്. അത് പിടിച്ച് ഒത്തിരി പേര് ഫോട്ടോ എടുത്തു. അതിനൊക്കെ ഭാഗമായും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു സിഗ്നേച്ചറാണ്. പിന്നെ എന്റെ ഡ്രസ്സിനെ പറ്റി എനിക്കിനി പറയാനൊന്നുമില്ല അല്ലെ. കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് എന്റെ പേരൊക്കെ മാറി. ഓരോരുത്തര് മറിയാമ്മച്ചേടത്തി, ഇതൊക്കെ ഞാൻ പോലും വിചാരിച്ചില്ല. ഞാൻ ഓരോ പ്രോഗ്രാമിന് വരുമ്പോ നല്ല രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യാറുണ്ട്, നല്ല കീസോളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും കുറച്ച് മേക്കപ്പ് ചെയ്താൽ മതിയില്ലേ, ഒരു ചേട്ടത്താർക്ക് എന്തോരം മേക്കപ്പ് വേണം. അതിന് പറ്റിയ ഈ അടുത്ത് മാറ്റിയ ഒരു കണ്ണാടിയുടെ ഫ്രെയിമാണ്. ഇതും കൂടെ വെച്ചപ്പോ ശരിക്കും പറഞ്ഞാ തറവാട്ടിൽ പറഞ്ഞൊരു അമ്മാമ അച്ചായത്തി ആവാൻ എനിക്ക് ഇത്രയ്ക്കും അനുയോജ്യമായൊരു ഡ്രസ്സാന്ന് ഞാൻ അറിഞ്ഞില്ല. അതിന് 2 കാര്യമാണ് വിട്ടുപോയിരുന്നത്. ബൈബിളും ഉണ്ടായിരുന്നില്ല, കൊന്തയുണ്ടായിരുന്നില്ല. ബൈബിളിനെ എടുത്തത് റോജാ മാം. എല്ലാം നമുക്ക് എന്താ പറയാ, ദൈവം കൂടിയായിരുന്നു. റോജാ മാമിന്റെ കയ്യിൽ കൃത്യമായിട്ട് ഒരു ചെറിയ ബൈബിളിന്റെ പോലെ ഒരു കറുത്ത ബുക്ക്, പിന്നെ കൊന്ത എവിടുന്ന് ഒപ്പിക്കും, അതിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കൊന്തയെ പറ്റി ഒരു ബന്ധവും ഇല്ലാത്ത നാടായതുകൊണ്ട് ഞാൻ കഴുത്തിലിടാൻ കൊണ്ടുപോയ ഒരു മുത്തുമാല ആക്കി ആ കൊന്തയാക്കി കൈ പിടിച്ചു പോയി. പക്ഷെ ഏറെ സന്തോഷം തോന്നിയത് ഈ ഒരു വേഷം ഇട്ട് എനിക്കെല്ലാം അംഗീകാരം കിട്ടിയത്. നമ്മുടെ കേരളത്തിന്റെ ഡ്രസ് കോഡ് ഇട്ട് ചെന്നപ്പോ TCG അടക്കം വായ തുറന്ന് ചിരിച്ച് കയ്യടി കിട്ടിയതോടുകൂടി ഞാൻ ആകെ ഒരു എന്താ പറയാ ഇരുട്ടിലായി, ഒന്നും മുന്നിലില്ല. പോയ ബലൂണ് പോലെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ March 8-ന് വുമൻസ് ഡേയിലും ഇതിനൊക്കെ ഇവിടെയൊക്കെ പലരും ആവേശം കൊള്ളും, കൈപൊക്കും. പക്ഷെ നയിക്കാൻ ഒരു ലീഡർ വേണം. അതിന് ഇന്ന് ഏറെ അഭിമാനത്തോടു കൂടി ലേഡീസിനെ എവിടെയെങ്കിലും എത്തിക്കണമെങ്കിൽ അതിന് എഫർട്ട് എടുക്കാവുന്ന ഒരു ലീഡർ ഉണ്ട്. അതാണ് നമ്മുടെ പവർഫുൾ റൂബി ജിഷ മാഡം. എല്ലായിടത്തും കൊണ്ടുപോകും. ഒത്തിരി റിസ്ക് ആയിരുന്നു ഡൽഹിയിലൊക്കെ പോകുമ്പോ, മെട്രോയൊക്കെ കയറിപ്പോ. പക്ഷെ ഞങ്ങളൊന്നും അറിയാറില്ല. ജിഷ മാം ഉണ്ടോ,
നമ്മൾ എന്താ പറയാ തല തൊട്ട് എണ്ണുക എന്ന് പറയുന്ന പോലെ എവിടെ ഇറങ്ങുമ്പോഴും എണ്ണും, കയറുമ്പോഴും എണ്ണും, ഊണിലും ഉറക്കത്തിലും എല്ലാം കൂടെ നിൽക്കാനായിട്ടൊരു ലീഡർ കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു പേരെ ഇന്ന് എന്റെ മനസ്സിലുള്ളൂ, അത് ജിഷ ഗിരീഷ് മാഡമാണ്. ഏറെ അഭിമാനമുണ്ട് നമ്മുടെ ലീഡറെ പറ്റി ഓർക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ 13 പേരും, 13 എന്ന നമ്പർ പലപ്പോഴും പലരും എങ്ങനെ കാണുന്നു എന്നറിയില്ല. പക്ഷെ ഈ 13 നമ്പറിൽ പോയ ഈ യാത്രയില് ഞാൻ ഒത്തിരി യാത്ര പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കും സേഫ് ആയിട്ട് ഒരു മിനിറ്റ് പോലും, ട്രെയിനൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പാണ് നമുക്ക് എത്തേണ്ടടുത്ത് എത്തുന്നത്. ഒരു ലേറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഇത്ര സുരക്ഷിതമായ ഒരു യാത്ര ചെയ്യാനായിട്ട് ഈ 13 നമ്പറുകൾ ഒരു ലക്കി നമ്പറായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കിയത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട നമ്മുടെ സഫേറാണ്. ഈ ഒരു തീരുമാനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചത് അല്ലേ. എത്ര വർഷമായി ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എത്ര ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ മൂർത്തി സാർ അത് പറഞ്ഞു. അതോടൊപ്പം തന്നെ അഖില മേഡം നമ്മളെല്ലാവരെയും വിളിച്ചു. അതോടൊപ്പം നമ്മുടെ യങ് ജനറേഷൻ ആയിട്ടുള്ള ഡോക്ടർ ഹരി അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നിലും ഒരു നിയോഗം ഉണ്ടായിരുന്നു. വിനിതാമ്മ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യമുള്ളവർക്ക് ആ നിയോഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ RCM കൊണ്ടെത്തിച്ച എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സുരേൻ സാറിനോടാണ് എനിക്ക് കിട്ടിയ എല്ലാ മഹാഭാഗ്യത്തിനും ഞാൻ ഏറെ കൃതജ്ഞതയുള്ളത്. അതോടൊപ്പം ഇന്നത്തെ ഈ സെഷനിൽ ഇതുപോലെ ഒരു സെഷൻ കോർഡിനേറ്റ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ എന്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് TCG എന്ന മഹാനുഭാവൻ ഉള്ളത് കൊണ്ടാണ്. വീട്ടില് എല്ലാവരും പറഞ്ഞു പ്രായമില്ലേ, ഞാനും ഒരു 53 വയസ്സായ അമ്മൂമ്മയാണ്. പക്ഷെ പോയത് എസ്കർഷന് പോകുന്ന ഒരു കുട്ടിയായിട്ട്. ഞങ്ങളെ രത്ലാമലി വെളുപ്പിനെ ചെന്നപ്പം, ആദ്യം രത്ലാമലി ചെന്നപ്പോൾ വിനോദ് സാർ ഉണ്ടായിരുന്നു, മിംസ് വിനോദ് സാർ പറഞ്ഞിട്ടുണ്ടായി രത്ലാമലി ഒരു പ്രത്യേകത ഉണ്ടായി. ഏറ്റവും കൂടുതൽ മരങ്ങളിൽ തത്തകൾ വന്ന് കൂട് കൂട്ടുന്ന, തത്തകളുടെ ഒന്നിച്ചുള്ളൊരു ഇത് കാണണമെങ്കിൽ രത്ലാമിന്റെ. പക്ഷെ ഇപ്രാവശ്യം പലപ്പോഴും രാത്രിയാണ് ചെല്ലാറുള്ളത്. ഇപ്രാവശ്യം ആ വെളുപ്പിനെ ചെന്ന് കഴിഞ്ഞ് ആ വെളുപ്പിനത്തെ മോർണിംഗ് വൈബ് എല്ലാരെയും കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താ പറയാ, അമ്മൂമ്മമാരായവരൊക്കെ എക്സ്കർഷന് പോയി കൊച്ചു കുട്ടികളായിട്ട് ആ തത്തയുടെ ഫോട്ടോ എടുക്കാനും അതൊക്കെ ആയിട്ട് എല്ലാം എന്താ പറയാ, ഇവിടുന്ന് കേറുമ്പോ തൊട്ട് അതിലാകെ ഒരു സങ്കടം വന്നത് ഗിരീഷ് സാറും സനലേട്ടനും സുരേന്ദ്ര സാറ്, അങ്ങനെ ഓരോരുത്തരും, ബിനേഷ് സാറ്, വിമൽ സാർ, അവർ രണ്ടാളും ഞങ്ങൾ തൃശ്ശൂര് വന്ന് രാത്രി കയറ്റി വിട്ടിട്ടാണ് തിരിച്ചു പോയത്. ബിനേഷ് സാറും വിമൽ സാറും അത്ര ഡെഡിക്കേഷൻ. ബാക്കി ഇവരൊക്കെ ഞങ്ങളെ യാത്രയാക്കിയപ്പോ ഒരു സങ്കടമായിരുന്നു ഇങ്ങോട്ടോ പോണെന്നുള്ളത്. പക്ഷെ ആ സങ്കടം തൊട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ തൊട്ട് എല്ലാം കൂടെ കൂടിയ ആ വൈബ് തിരിച്ചിവിടെ വന്നിട്ടും ഇപ്പോഴും ആ വൈബിൽ തന്നെയാണ് പോകുന്നത്. ഇത്രയും മനോഹരമായ ഈ മനുഷ്യന് എന്താന്നൊന്നും പറയില്ലല്ലേ, കിട്ടിയ ജന്മം പുണ്യമുള്ളതാണെങ്കിൽ ആ സമയത്തിനെ നമ്മൾ ആസ്വദിക്കുക. അത്രയും വലിയൊരു ആസ്വാദനം ഈ ജന്മ പുണ്യം നൽകിയ എല്ലാ വ്യക്തികൾക്കും ഈ RCM എന്ന മഹാ നന്മയ്ക്കും എന്നും കൃതജ്ഞതയോടുകൂടി GRCM, ഗുഡ് RCM. താങ്ക് യു ജിഷ മാം, താങ്ക് യു അഖില മാം, താങ്ക് യു മൈ ടീം ഓൾ JRCM. JRCM ബിജു സനിൽ മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ എക്സ്പീരിയൻസ് കേട്ടു അല്ലെ. 13 പേരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന മറ്റുള്ളവരോട് ഞാൻ മുഖഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എല്ലാവരും ചിരിയാണ്. ഇപ്പോൾ ഒത്തിരി പേര് വീഡിയോ പോവാത്ത ഒത്തിരി പേരുടെ എക്സ്പ്രഷൻ ഒക്കെ കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും സന്തോഷത്തിലാണ്. എന്തായാലും തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു തടസ്സവും നമുക്ക് നേരിടില്ല. ഞാനും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ വുമൺസ് ഡേക്ക് പോയിരുന്നു, എന്നിരുന്നാൽ പോലും കമ്പനിയിലേക്ക് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. എല്ലാവരും പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, ഞാനും അങ്ങനെ അത്രയ്ക്കും ആക്റ്റീവ് അല്ല. അത് ആക്റ്റീവ് അല്ല എന്ന് പറയുന്നത് അത്രയ്ക്കും എല്ലാവരെയും കൊണ്ടുപോകാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് സാധിച്ചു. ഞാൻ അവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, എല്ലാവരും എന്നെയും കൊണ്ടുപോയി, ഞാൻ നിങ്ങളെയും കൊണ്ടുപോയി എന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ആ ഒരു മൊമെന്റ് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഒരു പ്രത്യേക 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അല്ലെ, ഒരു സ്പെഷ്യൽ ആണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ 10ാമത്തെ വർഷമാണ് RCMലേക്ക് വന്നിട്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തു. അതും എന്നെ നമുക്ക് സ്പെഷ്യൽ ആയിരുന്നു. അതേപോലെ തന്നെ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഫാമിലി ആയിട്ട് ആരെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കേട്ടോളൂ. ഒരു സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ഒരു അംഗീകാരം അവിടെ കിട്ടും. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഗിരീഷ് സാറാണ് RCM ഏറ്റെടുത്ത്. ഗിരീഷ് സാറാണ് RCMനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാറിന് സപ്പോർട്ട് ചെയ്ത് ടീം അംഗങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകുന്ന വ്യക്തി മാത്രമാണ് ഞാൻ.
പക്ഷേ സാറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല, കമ്പനിയിൽ സാറ് വന്നിരുന്നില്ല. പക്ഷേ സാറിന് കിട്ടുന്ന അതേ റെസ്പെക്ട്, അതേ അംഗീകാരങ്ങൾ എനിക്കും അവിടെ കിട്ടിയെന്നുള്ളതാണ്. ആ ഒരു ഫ്ലാഗ് ഓഫിന്റെ സമയത്ത് TCGയോടൊപ്പം, നമ്മുടെ ലീഡേഴ്സിനോടൊപ്പം, കോർ ലീഡേഴ്സിനോടൊപ്പം എനിക്കും അവിടെ സാന്നിധ്യം കിട്ടിയപ്പോ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡായിരുന്നു. അത് എല്ലാവർക്കും കിട്ടും. ഫാമിലിയോട് താസ്യം ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് അറിയപ്പെടുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്. ഇപ്പോ ആർപി ജെയിൻ സാർ ആയിക്കോട്ടെ, ഗിരി സാർ വന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ശ്യാം അഗർവാൾ, അങ്ങനെ ഒരുപാട് കോർ ലീഡേഴ്സും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ ഫാമിലി അറിയുന്നുണ്ട്. ഇപ്പൊ ഗിരി സാറിന്റെ വൈഫ് എന്നതിൽ എന്നെയും കൃത്യമായിട്ട് അറിയുന്നുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സന്തോഷത്തിലാണ് എല്ലാവരും. ഇനി അടുത്ത വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടായിരിക്കും. ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇപ്പൊ നമ്മൾ നവംബറിൽ പോകുന്നുണ്ട് ഒത്തിരി പേര്, അതുകൊണ്ടൊക്കെയാണ് കുറച്ച് പേര് വലിഞ്ഞത്. എന്നിരുന്നാൽ പോലും നെക്സ്റ്റ് ഡേയിൽ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് മാറാം. എന്തായാലും താങ്ക് യു സോ മച്ച് JRCM. ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരുടെ എക്സ്പീരിയൻസ് കേൾക്കുകയും ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ വരാൻ തീരുമാനം എടുത്തതിലും അഖില മാം താങ്ക് യു സോ മച്ച്. സാർ നമ്മുടെ കൂടെ ഉണ്ടോ? നിഷ മാം ഒരു നിമിഷം. ഇല്ല സമയമായല്ലോ, നമുക്ക് ക്ലോസ് ചെയ്യും. നിഷ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അവിടെ മഴയുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ, ഏപ്രിലിൽ പോയപ്പോ നല്ല വെയിലായിരുന്നു. മെയ് മാസത്തിൽ നല്ല ചൂടത്താണ് പോയത്. അവിടെ ആ ചൂടത്തും ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. പക്ഷെ ആ ചൂടത്ത് നമ്മളെ ചൂടറിയിക്കാതിരിക്കാനായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. കമ്പനിയിൽ മുഴുവനും, നമ്മൾ നടക്കണ വഴിയിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ചൂടറിയാതിരിക്കാൻ ചുറ്റും വാട്ടർ സ്പ്രേ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിന്റെ കൂടെ പോയപ്പോ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ ഈ മഴയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് കരുതി കഴിഞ്ഞപ്പോ ആ ചെളി മുഴുവനും കോരി വടിച്ച് കളഞ്ഞ് അതിന്റെ മേലെ ഷീറ്റ് ഇട്ട് കളയാവുന്നത്രയും ചെളി മുഴുവൻ കളഞ്ഞ് അതിനുശേഷം അതിന്റെ മേലെ വീണ്ടും പച്ച കളറിലെ ഷീറ്റ് വിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഗുരുകുൽ, അത്രയും ചെളി നിറഞ്ഞ സ്ഥലത്ത് അത്രയും മഴയത്ത് പിറ്റേ ദിവസം രാവിലെ ഗുരുകുൽ TC സാറ് നടത്തിയത് ആ ഗ്രൗണ്ടിൽ, അതേ ഗ്രൗണ്ടിൽ എല്ലാവരെയും നിലത്തിരുത്തിക്കൊണ്ടാണ്. ഒരാളുടെ ദേഹത്ത് മണ്ണ് പറ്റാതെ, ചെളി പറ്റാതെ. അതിനും ചെയ്ത ഒരു കാര്യം, നമ്മളെല്ലാവരും കഴിക്കുന്ന നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ, കാട്ടാ മീട്ട മിക്സ്ചർ, ആ മിക്സ്ചറിന്റെ പാക്ക്, ആ റോള് മുഴുവൻ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നിരത്തി കൊടുത്തു. ഇതൊക്കെ കണ്ടതാ, നേരിട്ട് കണ്ടപ്പോണ്ടല്ലോ ശരിക്കും ഏതൊരു പ്രതിസന്ധി വന്നാലും അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കമ്പനി എന്തിനും തയ്യാറാണ് എന്നൊരു തിരിച്ചറിവ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അത് കണ്ട് ശരിക്കും മനസ്സ് നിറയണം നമ്മുടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കണില്ല. ആ റോളുകൾ മുഴുവൻ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ എത്രയോ കരുതലോട് കൂടിയിട്ടാ ഓരോ കാര്യങ്ങൾ ചെയ്യണേ. നമ്മളൊക്കെ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ എന്തൊക്കെയോ പുണ്യം കൊണ്ട് RCMലേക്ക് വന്നതാണ്. ഏതൊരു സാധാരണ വ്യക്തിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് RCM. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് സാറിന്റെ ക്ലാസ് നമ്മൾ കണ്ടു. അതിൽ ശ്രീജിത്ത് സാർ വന്ന വഴികൾ കാണിച്ചു തന്നിരുന്നു. ഇതുപോലെ നാരായണൻ സാർ ഇവിടെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ വന്ന വഴികൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് RCM നമ്മളെല്ലാവരെയും, ഏതൊരു സാധാരണക്കാരെയും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ കുറച്ചു പേര് കൂടിയിട്ട് ഞങ്ങൾ വീട് വിട്ടിറങ്ങിയിൽ ആ ധൈര്യം തന്നതും RCM ആണ്. നമ്മുടെ കൂടെ, നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുക, അവർ പറയുന്ന വഴികളിൽ കൂടെ സഞ്ചരിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ യാത്രകളിലും പുതിയ പുതിയ അറിവുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അറിവുകളും നമ്മുടെ എക്സ്പീരിയൻസുകളാക്കി മാറ്റുക. നാളെ നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ വിഷൻ കാണിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. എന്തായാലും ഞാൻ ഒരിത്തിരി നേരം കൂടി കടമെടുത്തതാണ്. എനിക്ക് ഒരിക്കൽ കൂടി അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. JRCM. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഗുഡ് ഡോട്ടിന്റെ ഉണ്ടായിരുന്നു, സെച്ചേഡ് ഉണ്ടായിരുന്നു, കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വെറൈറ്റീസ് ആയിരുന്നു, ഒരുപാടുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാലും തീരില്ല. നമുക്ക് ഈ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ രണ്ടുപേരുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസ് കേട്ടിട്ട് എന്ത് തോന്നി, ഫീൽ ചെയ്തെന്ന് അറിയാനായിട്ട് രണ്ടുപേരുടെ കമന്റ്സ് നമുക്ക് കേൾക്കാം. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന 2 പേർക്ക് നമുക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ ഹോസ്റ്റ് ചെയ്യാം. 2 പേർക്ക് മാത്രം കേട്ടോ, കാരണം നമുക്ക് സമയമായിട്ടുണ്ട്.
വിനോദ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് സാറ്, സംസാരിച്ചോളൂ. GRCM മാഡം കേൾക്കാമല്ലോ? ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ സാറേ. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല മാഡം. ഈ 13 പേരും നമ്മുടെ RCM കേരളയുടെ അഭിമാനമാണ്. അതുപോലെ തന്നെ ബിനിത മാഡം എന്നെ ചെറുതായിട്ടൊന്ന് കരയിച്ചു കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഈ ധീര വനിതകള് ഞങ്ങൾ പുരുഷന്മാർക്കും മാതൃകകളാണ്. JRC. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറൊക്കെ സ്റ്റാർട്ടിങ്ങിലെ മുതലേ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ നിന്നതിന്. അടുത്തതായിട്ട് ചിത്ര മാം, വെൽക്കം മാം. താങ്ക് യു മാഡം. JRCM എന്താ പറയാലേ, RCM ഒരു പുതുമ. തലയിൽ ഇങ്ങനെ പെരുമഴ പെയ്യ. നിങ്ങൾക്ക് അവിടെ മഴ കൊണ്ടെങ്കിൽ ഞാനിത് കേട്ടുകൊണ്ട് ഇവിടെ മഴ പെയ്തിട്ട് ഇരിക്കണ പോലെ എനിക്ക് തോന്നണം. എന്താ പറയാ, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്ങനെ അനുഭവിക്കുന്നവരെ ഒരു എന്താ പറയാ, ദൈവദത്തമായിട്ടുള്ള RCM എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. ഓരോ വഴികളും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. അത് ദൈവം നമ്മോടൊപ്പം നിൽക്കൂല. ദൈവത്തിന്റെ കയ്യൊപ്പമുള്ള പ്രസ്ഥാനമല്ല RCM. അപ്പൊ ഈ 13 പേർക്ക് കഴിഞ്ഞ ഇനിയും കൂടുതൽ പേർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ. നമുക്ക് RCMയിലേക്ക് വരാൻ, ടീച്ചിങ്ങിനെ കാണാൻ പോവാൻ. അപ്പൊ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ഇഷ മാഡം, താങ്ക് യു. JRCM ഗുഡ് RCM. ഓക്കെ, താങ്ക് യു ചിത്ര മാം. അടുത്തതായിട്ട് ദീപ മാം, വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. എന്താ പറയാ, അന്നത്തെ നമ്മളുടെ 13 ലേഡി ലീഡേഴ്സിന്റെ സംസാരങ്ങൾ, അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒപ്പം ഞാൻ അവരെ കൂടെ അവിടെ കിടന്ന് കളിക്കുന്ന പോലെയൊക്കെ അവരവിടെ കിടന്ന് നമ്മൾ കമ്പനിയിൽ നടന്നതും TCGയുടെ കൂടെ കളിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പണിയിലുണ്ടായിരുന്നു, പിള്ളേർ വരുന്ന തിരക്കാണ്, അവരിപ്പോൾ വരും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യാണ്ടിരുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. അപ്പൊ ഒരു ഭയങ്കര വിഷമം തോന്നി. കാരണം എന്നോട് ചേട്ടൻ പറഞ്ഞതാണ്, നീ വേണമെങ്കിൽ പോയിക്കോ, ടിക്കറ്റ് എടുത്തോളാൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോണില്ല ചേട്ടൻ, എനിക്ക് തന്നെ പോകാൻ പേടിയാ, ഞാൻ പോണില്ല പറഞ്ഞതാ. അപ്പൊ എനിക്ക് അതിന്റെ ചാൻസിന് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഭയങ്കര വിഷമവും തോന്നി. അപ്പൊ ഭയങ്കര സന്തോഷം. എന്താ പറയാ, ഞാൻ അടുത്ത വർഷം ആവട്ടെ, അപ്പൊ ഞാൻ ഒപ്പം ഉണ്ടാവും. താങ്ക് യു മാം. വളരെ സന്തോഷം. എന്താ വെച്ചാൽ അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോ, അവരെ കണ്ടപ്പോ അപ്പൊ തൊട്ടേ എനിക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയതാണ്. അവിടെ നടക്കുന്നതും അവരുടെ ഡാൻസും കാര്യങ്ങളും കണ്ടപ്പോ തൊട്ട് വളരെ സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒത്തിരി പേര്, 1-2 പേരുടെ കമന്റ്സ് കേട്ടു. എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും കേട്ടു അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈമിൽ എല്ലാവരും പങ്കെടുക്കാം. എന്തായാലും RCMനോട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം.